അയ്യോ 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 അയ്യോ, കട അടച്ചു പോയല്ലോ. ഇനിയിപ്പോൾ വെറ്റില മേടിക്കണമെങ്കിൽ 9 കിലോമീറ്റർ നടക്കണം. ഇവൻ വല്ലപ്പോഴും ആ കട തുറക്കുന്നത്. കോർപ്പറേറ്റ് കമ്പനികളൊക്കെ വന്നു തുടങ്ങിയ പിന്നെ പലചരക്കടക്കാരൊക്കെ തുറക്കുന്നത് കണക്കാ. ഇപ്പം പിന്നെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇപ്പോൾ ഓൺലൈനിലല്ലേ വരുത്തുന്നത്, നാശം പിടിക്കാൻ. ഇത് മനുഷ്യരുടെ കാര്യം. നീ ആടുമാടുകളൊക്കെ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നാ? ഇനി ഇവൻ എപ്പോഴാണോ ഇനി തുറക്കാൻ വരുന്നത്? എന്തോ പറയാൻ തന്നെ ദൈവമേ. ഒന്ന് വേഗം വാടാ ഇങ്ങോട്ട്. ഇനി എങ്ങനെയായി പലചരക്കടയൊക്കെ തുറക്കുന്നത്? വലിയ വലിയ കമ്പനിയൊക്കെ നാട് മൊത്തം ആയില്ലേ? ഡോക്ടർ ജോലി കിട്ടുന്നതിന് മുമ്പ് IAS എടുത്ത് സാമൂഹ്യ സേവനം നടത്തുമെന്ന് പറഞ്ഞിട്ട് നീ ഇപ്പൊ കിടന്ന് ഉറങ്ങുവാണോ? എഴുന്നേക്കടി. ഓ ഈ പെണ്ണ് എന്നും ഇത് പതിവാക്കിയേക്ക. എടി എഴുന്നേക്ക്. ഫോൺ താഴെ വീണ് കിടക്കണ കണ്ടില്ലേ? അയ്യോ എന്റെ ഫോണോ? ഫോണിന്റെ കാര്യം പറഞ്ഞ് വേഗം എഴുന്നേക്കും. പോയി കുളിക്ക്. ഇപ്പോഴത്തെ കാലത്ത് പെൺപിള്ളേർക്ക് ഫോണിന് കല്യാണം കഴിച്ചു കൊടുത്താൽ മതി, പയ്യന്മാരെ ആവശ്യമില്ല. ദേ നീ കുളിക്കുന്നുണ്ടോ ഇല്ലയോ? ഒരു ദിവസം നിന്റെ ഫോൺ ഞാൻ തല്ലിപ്പിടിച്ച് കളയും. ആന്റി ആ വാ മോനെ. ഇത്ര നേരം കിടന്ന് വായിട്ട് അലച്ചിട്ട് ഇപ്പഴാ കുളിക്കാൻ പോയിക്കുന്നത്. മോനിരിക്കും, ഞാൻ ചായ എടുത്തു. ചൂടാ, സൂക്ഷിച്ചു കുടിക്കണേ. ശരി, അവള് പോരും കേട്ടോ. ഓക്കെ ആന്റി. ഇത്തിരി സമയമായല്ലോ, ഇതുവരെയ്ക്കും വിളിച്ചു കഴിഞ്ഞില്ലേ? നോക്കാം. ആന്റി എന്താ മോനെ, എന്തു പറ്റി? ദോരകെ ഡ്രസ്സൊന്നും ഇല്ലാതെ ഫോൺ നോക്കിക്കൊണ്ട് നടക്കാൻ. അത്രേ ഉള്ളോ? നീ ഇവിടെ ഇരിക്കും. എടി ഇങ്ങനെയാണ് വന്ന് നിൽക്കുന്നേ. പോയി എന്തെങ്കിലും ഡ്രസ് എടുത്തിട്. ആ ജീനു എല്ലാം കണ്ട് നാണക്കേട്. വേഗം വരാൻ പറ. അമ്മേ, ആ ഞാൻ ഇറങ്ങുവാ. ആ ജിനു സമയം വേവാ വാ. ജിനു ഒരു മിനിറ്റ്, ഒരു പഞ്ച് ഡയലോഗ് പറയട്ടെ. പറയാണ്ടി. കോളേജിൽ പോണ പെൺകുട്ടികൾക്കെല്ലാം നിന്നെ പോലെ കരുത്തുള്ള ആൺകുട്ടികളെ ഫ്രണ്ട്സായി കിട്ടിയ എല്ലാ പെൺകുട്ടികളും നല്ല ധൈര്യശാലികളായിരിക്കും. മമ്മൂക്കയുടെ ഹിറ്റ്ലർ സിനിമ ഇന്നലെ കണ്ടല്ലേ? ശരി, ബൈ. ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. അതായത് നിങ്ങൾ പഠിക്കുമ്പോൾ 3 കാര്യങ്ങൾ ആവശ്യമായിട്ട് വരും: ആംബിഷൻ, പെർസിവറൻസ് ആൻഡ് ഡിറ്റർമിനേഷൻ. ഈ 2 കാര്യങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിലും ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിലേ നേടാൻ സാധിക്കൂ. ടുഡേയ്സ് ലെസൺ അബൌട്ട് ദി സ്ലേവറി. ആക്ച്വലി നിങ്ങൾക്ക് ഈ സ്ലേവറിയെ പറ്റി അറിയാമോ? എന്താണ് സ്ലേവറി? അടിമത്തം, റൈറ്റ്? ഓൾഡൻ ഡേയ്സിൽ അടിമത്തം ഉണ്ടായിരുന്നു. ഓക്കെ, ദിസ് ഇസ് എ പാർട്ട്. നിങ്ങൾ പഠിച്ച് ജയിച്ചു വരുമ്പോൾ ചില വിഷയങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിഷയം ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഈ ഷെഡ്യൂൾ ട്രൈബ് ആളുകൾക്ക് സർക്കാർ എന്തൊക്കെ ചെയ്യുന്നതെന്നറിയോ? വ്യവസായശാലകൾ, കോളേജുകൾ,
സൗജന്യ ചികിത്സാ കേന്ദ്രങ്ങൾ, നല്ല ഗതാഗത സൗകര്യങ്ങൾ, ഇതെല്ലാം കോർപ്പറേറ്റ് കമ്പനികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ആവശ്യമല്ലേ? ഇതെല്ലാം ഈ പാവപ്പെട്ടവർ ചോദിച്ചിട്ടാണോ? ഇല്ലല്ലോ. ഇതെല്ലാം കോർപ്പറേറ്റ്സിന് തീരെഴുതി കൊടുക്കുന്നതല്ലേ. അത് ചെയ്തിട്ട് അവിടെയുള്ള സംവിധാനങ്ങളെല്ലാം കൊള്ളയടിച്ചിട്ട് പോവുകയാണ്. അവർക്ക് കോളേജ് കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ പഠിച്ചവർക്ക് കാട്ടിലും ജോലിയില്ല, മലയിലും ജോലിയില്ല. അപ്പോൾ അവർ സിറ്റിയിലേക്ക് ചേക്കേറും. എല്ലാവരും സിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ നാട്ടിൽ ആളുണ്ടാവില്ല. സോ കോർപ്പറേറ്റ് കമ്പനിക്കാരെല്ലാം അവരുടെ സ്ഥലങ്ങളെല്ലാം കൈക്കലാക്കും. സോ ഇവർ റോഡ് കൊടുക്കുന്നത്, കോളേജ് കൊടുക്കുന്നത്, നല്ല ആശുപത്രി കൊടുക്കുന്നത്, ഇതെല്ലാം എന്തിനാണെന്നറിയോ? അവരുടെ വനസമ്പത്ത് കൊള്ളയടിച്ച് കൊണ്ടുപോകാനാ. ഇതാണ് അവരുടെ പ്ലാൻ. അവിടെയുള്ള ജനങ്ങൾ അവരുടെ സ്ഥലം തിരിച്ചു കിട്ടാൻ വേണ്ടി പോരാടുമ്പോൾ അതിനെ വഴിമാറ്റി വിടുന്നതും അവർ എതിർത്ത് പോരാടുമ്പോൾ അവരെ അടിച്ചൊതുക്കുന്നതുമാണ് ഇവരുടെ ജോലി. കോർപ്പറേറ്റ് കമ്പനി എന്ന് വെച്ചാൽ ഈ സംവിധാനങ്ങളെല്ലാം കൊള്ളയടിക്കുന്നതാണ്. അതാണ് അവരുടെ ലക്ഷ്യം. സർ, ഷെഡ്യൂൾ ട്രൈബിനെ എന്തിനാ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കുന്നത്? അവരവരുടെ പാട്ടിന് വിടുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് വനസമ്പത്തെങ്കിലും നശിക്കാതിരിക്കുമല്ലോ. ST പിള്ളേർ ഇവിടെ വന്ന് പഠിക്കുന്നത് അവർക്ക് നല്ലതല്ലേ സാർ? വാട്ട്? എന്താന്ന് വെച്ചാ എല്ലാ ജോലിയും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാമല്ലോ. എന്നോടാ നീ പറഞ്ഞ? അടിച്ചീന് സാർ, ഡോക്യുമെന്റ്സ് ഒക്കെ ശരിക്കും നോക്കണേ. ചേച്ചി, എന്താ നിങ്ങളെനിക്ക് വിശ്വാസമില്ലേ? ഇത് ഡേഞ്ചർ സോണിലെ പ്രോപ്പർട്ടി ശരിയായി കൊടുത്തതിനുള്ള കോംപ്ലിമെന്റ് ആണ് സാർ. ഡേഞ്ചർ സോണോ? അതറിയാതെ 19,000 കോടിയുടെ സ്വത്ത് ചേർത്തിട്ടുണ്ടല്ലേ? ഗ്രേറ്റ്. അതിൽ 10,000 കോടി ഡോളറാണ് ഫോറിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അയ്യോ, അത് എല്ലാ സ്വത്തും എൻ്റെ മാത്രമല്ല, എല്ലാത്തിനും ഞാൻ ബിനാമിയാ. ബിനാമി മിനിസ്റ്റർ, ചായക്കടയിൽ ജോലി ചെയ്തിരുന്ന നിങ്ങൾ 20 വർഷം കൊണ്ട് തൊഴിൽ മന്ത്രിയായി. വലിയ വളർച്ചയാ. വിശ്വാസം, വിശ്വാസം. വിശ്വാസത്തില് നിങ്ങളെ ആർക്കും തകർക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് 19,000 കോടി. എല്ലാം കോർപ്പറേറ്റ് കമ്പനിക്കാരുടെ പുണ്യം. ഇല്ലെങ്കിൽ കക്കൂസ് കോൺട്രാക്ട്, ബസ് സ്റ്റോപ്പ് കോൺട്രാക്ട്, തോട് ക്ലീനിങ്, ഇതിൻ്റെയൊക്കെ പേര് ബിനാമിയായിട്ട് നിന്നിട്ട് 5-10 മേടിച്ചോണ്ട് വരുന്ന നാണക്കേടല്ലേ നമുക്ക്? ഇനിയും കുറെ പദ്ധതികളുണ്ട്. കൊച്ചിൻ സോൺ എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ? ഹലോ ജെന്റിൽമാൻ, അതിനോ? മലപ്പുറം സോൺ, തൃശ്ശൂർ സോൺ, നെട്ടൂർ സോൺ. മിനിസ്റ്റർ, ഈ സോണെല്ലാം നിങ്ങൾ ശരിയാക്കി തന്ന അടുത്ത 5 വർഷത്തിനുള്ളിൽ 13,000 കോടി ഫോറിൽ നിന്ന് ഡോളേഴ്സായിട്ട് ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്യും. ഓ, നന്ദിയുണ്ട്, നന്ദിയുണ്ട്. ഇനി നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. ഈ നാടേ നിങ്ങളുടേതാണ്. അപ്പോൾ എനിക്കൊരു സംശയമുണ്ട്. ഈ കോർപ്പറേറ്റ് കമ്പനി എന്ന് പറഞ്ഞില്ലേ, അതിന് മുതലാളി ആര്? അത് നിങ്ങൾ അറിയണ്ട മിനിസ്റ്റർ. കമ്പനി രഹസ്യകുമാർ പറയുകയല്ല. ഒരു ചെറിയ അപേക്ഷയുണ്ട്. പറയൂ. നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രിയില്ലേ, അയാൾക്ക് ഒരുപാട് ഡോളറൊന്നും കൊടുക്കരുത്. നമുക്ക് അയാളെ കൊണ്ട് ഗുണമൊന്നുമില്ല. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. നല്ല പയ്യന്മാരെ. യുവമാർക്ക് ഈ സംസ്ഥാനം മൊത്തം അങ്ങ് എഴുതി കൊടുത്താലോ? നോക്കാം. എന്താ കഴിക്കുന്നത്? ടീയോ കോഫിയോ? ടീ ആയിക്കോട്ടെ. ഹലോ, പറയൂ സാർ. 2 ടീ. ഓക്കെ സാർ. അമ്മയുടെ കള്ളി. താങ്ക് യു. താങ്ക് യു. എന്താ നോക്കുന്നേ? അവിടെ ഒരു ജന്തു ഇരിക്കുന്ന നോക്കി. ഗറില്ല കുരങ്ങ്. ഇപ്പൊ വരാടാ ഞാൻ. എന്താണ് ഉറക്കിക്കൊണ്ടിരിക്കുന്നേ? ഇത് തംസ് അപ്പ് ഫ്രം ഫോറിൻ. യു ആർ ഫ്രം അമേരിക്ക. അമേരിക്കയിലൊക്കെ ഇത്രയും കറുത്തവരുണ്ടോ? ഹലോ, ഐ ആം പക്ക ഇന്ത്യൻ. പോടാ. കരിങ്കുരങ്ങനെ പോലെ ഇരുന്നിട്ട് ഇന്ത്യൻ എന്ന്. അവനെ മോന്നാണ്ടാ കാട്ടുവാസി. അയാള് എന്താ പ്രശ്നം ഉണ്ടാക്കി? അവനേതാ അലവലാതി. വിട്ടുകള, നീ നോക്കിക്കോ.
India is very heat. Eye is not open. Up. Down. Up. Come forward. എന്താ ബ്രോ? എന്തോ പോലെ തോന്നുന്നു. എന്നെ പഠിച്ചിട്ട് പോവാടാ. നിന്നെ വിട്ടിട്ട് ഉടനെ പോവും ഞാൻ. പെട്ടെന്ന് സെറ്റിൽഡ് ആവാൻ നോക്ക്. ശരിടാ. ഹലോ ബ്രദർ, വലിയ സ്റ്റൈലിലാണല്ലോ അവന്റെ കിടപ്പ്. മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. ഹലോ അനിയ, ഞാനൊന്ന് കാണട്ടെ. എടേ നിക്കടേ. കാരണവരെ കൊച്ചു പിള്ളേരുടെ കൂടെ കാണുന്ന പടമാണത്. അതെ, കൊച്ചു പിള്ളേരുടെ ഒപ്പം പടം കാണാം. എന്നാ കൊച്ചു പെൺപിള്ളേരുടെ പടം കാണാൻ നിൽക്കരുത്. അപ്പൊ എനിക്കും കാണാമല്ലോ. ഹലോ ബ്രദർ. മൊബൈലിൽ വേണ്ടെന്ന് വെച്ചാൽ ഗ്രാമത്തിലേക്ക് വന്ന് ഇവർ നമ്മളെക്കാളും കീർക്കന്മാരാണല്ലോ. അവരെന്താ കാണുന്നൊന്ന് നോക്കിയിട്ട് വരാം. ശരി, നോക്കിട്ടോ. ചുമ്മാ എന്തിനാ വേണ്ടാത്ത പണിക്ക് പോണേ? ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഞങ്ങളെ തുപ്പാൻ നീ ആരാ? എന്റെ പേര് ദ്വാരക. ഡോക്ടർ രാധാകൃഷ്ണനെ കാണണം. ഞാൻ കാണിച്ചു തരാം. ആ, അത് ശരി. അവിടെ ഒരാൾ ഒറ്റയ്ക്ക് കിടക്കുന്നുണ്ടല്ലോ. ആരാവൻ? അവനാണ് ഫുൾ ട്രൗസർ ഇന്ദ്രൻ. അത് വിട്ടേക്ക്, വാ പോവാം. ബാഗ് പിടിക്കേ. ഒന്ന് നീങ്ങിയിരിക്കേ. പുറകോട്ട് നീങ്ങിയിരിക്കേ. ആ വിട്ടോ, നേരെ പോണേ ഏട്ടാ. ബായ്, പോട്ടെ. പച്ചക്കറി വാങ്ങുന്ന തൊട്ട് കാറ് കഴുകുന്നവരെല്ലാം ചെയ്തു. ഇനിയിപ്പോ കക്കൂസാണ് കഴുകാനുള്ളത്. പോ വേഗം പോയി കഴുകു. ആ നിർത്ത്. എന്താടാ? ആ വാ. ചിത്രയില്ലേ? വരാൻ പറയാം. ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് എന്തിനാ കൊണ്ടുവന്ന്? ഇന്നലെ എന്താ പറഞ്ഞേ? മാനേജർ കനകയില്ലേ, അവളുടെ ഒരു പേഴ്സണൽ കാര്യത്തിന് പോയതാ. നീ എന്തിനാ പോയേ? പെൺകുട്ടികളുടെ മാറ്ററിൽ നീ എന്തിനാ ഇടപെടുന്നേ? ഞാൻ പോയാലല്ലേ നടക്കൂ. അല്ല, ഇതാരാ? ആ പറയാൻ മറന്നുപോയി, മാമനെ കാണാൻ വന്നാ. മാമനെ കാണാനോ? മാമ ഹോസ്പിറ്റലല്ലേ, ഇങ്ങോട്ട് എന്തിനാ കൂട്ടിക്കൊണ്ടുവന്നേ? നിന്നെ കാണാൻ. സോറി മാഡം, അച്ഛൻ ഹോസ്പിറ്റലാണ്. ഇവനൊരു മണ്ടനാ. നിങ്ങൾ അവിടെ പോയി കണ്ടോളൂ. ബൈ. ഇങ്ങോട്ട് പോടാ. വരുന്നു ചേച്ചി. നിന്നെ ഞാൻ ബാഗ്ദാ കൊന്നുകളയും. നമസ്കാരം ഡോക്ടർ. ഐ എം ദ്വാരക. ഇങ്ങോട്ടിരുന്നാട്ടെ. ദിസ് ഫോർ യു. ഇത് ന്യൂസ് ടുഡേയിൽ വന്നതല്ലേ? അതെ ഡോക്ടർ. ഇതൊന്നും വായിച്ചിട്ട് വലിയ കാര്യമില്ല. ഇതൊക്കെ വായിച്ചാലേ ആശുപത്രി പൂട്ടിക്കെട്ടേണ്ടി വരും. എന്താ ഡോക്ടർ? ഇതൊക്കെ മനസ്സിലാക്കിയാൽ പിന്നെ രോഗികളുണ്ടാവില്ലെന്ന്. അതൊക്കെ പോട്ടെ, ഈ 2 ദിവസം മുമ്പ് വന്നതിന്റെ കാര്യം എന്താ? ചുമ്മാ നാടിനെ പറ്റി അറിയാൻ വേണ്ടിയാ. ഒരു റൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ നാടിനെ പറ്റി അറിയാൻ പറ്റും. അതിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ബസ് സ്റ്റാൻഡിലേക്ക് പോയാൽ മതി. പലരും പല വിധത്തിൽ പറയും. ഈ നേഴ്സിനൊന്ന് പ്രത്യേകം ഗവനിച്ചേരും കേട്ടോ. എന്തിനാ ഡോക്ടർ? തന്റെ അമ്മയുടെ കഥയൊന്ന് പറഞ്ഞു കൊടുക്ക്. എന്റെ അമ്മ ഇഡ്ഡലി കഴിച്ച്, പൂരി കഴിച്ച്, പുട്ട് കഴിച്ച്, അതും പോരാതെ പൂതിനുള്ള ചട്നിയും കൂടെ കഴിച്ചു. എല്ലാം കഴിച്ചു, പക്ഷെ ഗുളിക കഴിച്ചോ? നിങ്ങൾ പറഞ്ഞില്ലല്ലോ ഡോക്ടർ. കഷ്ടം. നിങ്ങളുടെ പേരെന്താ? ആലമുടി സരസു. പുതിയ ഡോക്ടർ വരുമെന്ന് പറഞ്ഞില്ലേ, അത് ഇവരാ. നന്നായി, ഞാൻ രക്ഷപ്പെട്ടു. എന്താ ഡോക്ടർ?
അതിൻ്റെ പിന്നില് വലിയൊരു കഥയുണ്ട്. ഡേയ് പോയി എടുത്തിട്ട് വേടേ. എന്താണ് നിൽക്കുന്നത്? പോയി എടുത്തിട്ട് വേടാ. അയ്യോ അമ്മ വയ്യ, എനിക്ക് ഓടാൻ വയ്യ. അയ്യോ ഓ ഓ എൻ്റെ അമ്മ. കുട്ടി കിട്ടിയടാ. അതാ കാളവണ്ടിയിൽ വീണ്. നീ പോയിട്. ഒന്ന് പോടാ മാക്രി. അയ്യോ അയ്യോ ഇവിടെ കാളവണ്ടിക്കാരാ. കാല് വേദന എടുത്തിട്ട് വണ്ടി ഒന്ന് നിർത്തടോ. അയ്യോ കിട്ടി. കാടയൊന്നുമില്ലാത്ത നമ്മുടെ സ്ഥലത്ത് കുടിക്കാതൊരു പച്ച വെള്ളം കിട്ടില്ലല്ലോ. അമ്മയെ സഹായിക്കണം. ഓടാ ഓടാ. കുഴൽമിഠായി ഇങ്ങോട്ട് പെട്ടെന്ന് വാടാ. ആ പൊരിയുണ്ടാ. പെട്ടെന്ന് വാടാ മാക്രി. ഇതെന്താണ്? തേൻമിഠായി. ആരടാ നീ? കരിങ്കള്ള. നന്ദവനപ്പൂ പോലെ വെണ്ണിലാവിൻ തേരേറി അരികിലെത്തി. നറു ചന്ദനത്തിൻ കാറ്റായി ചെണ്ടുമല്ലിപ്പൂവായി മനം മയക്കി. അവൾ എൻ്റെ നെഞ്ചിൽ കാണാക്കൂട്ടിൽ പാറിപ്പറന്നേ. കനവാകെ മിന്നിപ്പായും മാനായി തുള്ളി നടന്നേ. ചിങ്ങവന കാറ്റായലഞ്ഞേ. സന്ധ്യാരാഗം പോലെ പെയ്യാമേഘം പോലെ എന്നെ വിട്ട് നീയും പോകാതെ. ഇതൊരു വീടാണോ? എന്റെ തലവിധിയായി പോയി. ഇവിടെ ഇനി താമസിക്കണ്ടേ? മുരളി, ആ മുട്ടായി പെണ്ണിന്റെ വീട് ഇതാണോ? ഇത് പിള്ളേരെ കൂട്ടി ആ സാധനം എല്ലാം എടുത്ത് അകത്ത് വെച്ച്. മുത്തുതീരം പോലെ നീ ചിരിക്കും നേരം കണ്ണിൽ പൂക്കും വസന്തം ഹൃദയം താനെ പാടും. എൻ കനവിൽ നീ ഉണരും രാത്തിങ്കൾ പെൺകൊടിയായി. നീ എഴുവർണ്ണ തേരിലെത്തും ചന്ദ്രകാന്ത മഴയായി. എൻ മനസ്സിൽ വാഴും ദേവതയോ നെഞ്ചിൽ ചേർന്നലിഞ്ഞ മായാമോഹിനിയോ. നന്ദവനപ്പൂ പോലെ വെണ്ണിലാവിൻ തേരേറി അരികിലെത്തി. നറു ചന്ദനത്തിൻ കാറ്റായി ചെണ്ടുമല്ലിപ്പൂവായി മനം മയക്കി. ഈ നാട്ടിലൊരു പലചരക്ക് കട പോലും ഇല്ല. വീട്ടിലേക്കുള്ള സാധനങ്ങൾ വേറെ നാട്ടിൽ നിന്ന് വാങ്ങിക്കേണ്ട അവസ്ഥ. ഇതൊരു നാടാണോ? നല്ലൊരു നാട്ടിലാ വന്നേക്കുന്നത്. എന്റെ അടുത്താണ് കളിക്കുന്നത്. അവിടെ കൊണ്ടുവയ്ക്കേ. ഇവന്റെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല. കഷ്ടം തന്നെ. സ്വർണ്ണഹംസം പോലെ കൊണ്ടുവയ്ക്കേ. നീ നടക്കും നേരം ഇവിടെ വെച്ച മുന്നിൽ വന്നു വസന്തം പ്രണയം മാറിത്തൂകും. എല്ലാവർക്കും കഴിഞ്ഞോ?
എന്നാ എല്ലാരും ഈ 2 കപ്പലിന്റെ മിഠായി എടുത്ത് കഴിച്ചു. അച്ഛാ വേണ്ട, എന്താ വേണ്ട. തങ്കമില്ല? കൈ എടുക്ക്. അവരെടുത്ത് കഴിക്കട്ടെ. വേണ്ട അച്ഛാ, വരുന്ന വഴിക്ക് വണ്ടിന്ന് കട്ട് നിന്നതാ. വണ്ടിയെന്ന് അവർ അത്രയും സാധനം ഇറക്കിയതല്ല മോളെ. 2 കപ്പലിന്റെ മിഠായിയല്ലേ ഉള്ളൂ. എന്റെ കൊലുസ് കാണുന്നില്ല അച്ഛാ. ആദ്യം അത് ചോദിക്കേ. നീ വീട്ടിൽ എവിടെയെങ്കിലും ഊരി വെച്ചിട്ടുണ്ടാവും. എവിടെയാണെന്ന് നോക്ക്. ഇല്ല അച്ഛാ, എല്ലായിടത്തും നോക്കി. ഇവനായിരിക്കും കട്ടത്. തരാൻ പറ ഇവനോട്. മാധവേ, മാധവേ, എന്താ ദേ ഇവളുടെ കൊലുസ് കാണുന്നില്ല എന്നാണല്ലോ ഇവിടെ പറയുന്നത്. അയ്യോ വീട് മുഴുവൻ അരിച്ചു പറക്കി അവിടെയും കണ്ടില്ല. ഇവളെങ്ങാണ്ട് കൊണ്ട് കളഞ്ഞു. അതെ, നീ മാത്രം ഇതൊന്നും ശ്രദ്ധിക്കാതെ നേരെ പര നടന്നോണ്ടിരിക്കും. ചരക്ക് വണ്ടി ആണെങ്കിൽ വന്ന് സാധനം ഇറക്കി വെച്ച് പോവുകയും ചെയ്തു. നീ ഇത് എവിടെ കൊണ്ട കളഞ്ഞതാ? കളഞ്ഞത് അവള് ചീത്ത പറയാതെ എന്നെ പറയണ എന്തിനാ? ശരി, അത് വിട്, അകത്ത് പോയി നോക്കാം. ഇല്ല അച്ഛാ, നീ ഇങ്ങോട്ട് വാ എന്റെ മോളെ, അവിടെ കിടന്ന് ഒച്ചണ്ടാക്കാതെ. തന്നെ കട്ടത്. അതൻ കൊടുത്തേക്ക്. ഞാൻ എടുത്തിട്ടില്ല. മുരളി എന്താണ് എന്നെ നോക്കണേ? ഞാൻ എടുത്തിട്ടില്ല. എവിടെയാ പോയെന്നറിയത്തില്ല. കഷ്ടം. ഒന്നുമില്ല, തെറ്റിദ്ധരിക്കണ്ട കേട്ടോ നിങ്ങള്. ഞങ്ങൾക്ക് നിങ്ങളെ ആരും സംശയമില്ല. എന്നാലും അതല്ലല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇങ്ങോട്ടാ. എന്ത് ചെയ്യാൻ പോയാണ്? കാരണം ദേ ഇതൊരു കാലിക്കുടവാ. ആർക്കെങ്കിലും അബദ്ധം പറ്റിപ്പോയതാണെങ്കിൽ ഒരു കാര്യം ചെയ്യും. ഈ കുടത്തി കൊണ്ടുവന്ന് ഇട്ടേരെ. ഈ കാര്യം ഒരാൾ പോലും അറിയില്ല കേട്ടോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ സാധനം കിട്ടുകയും ചെയ്യും. നിങ്ങൾ വലിയൊരു കുഴപ്പം വരികയില്ല കേട്ടോ. എന്നാ പിന്നെ ഇതിനകത്തേക്ക് കിട്ടോ. ഞങ്ങൾ അതുവരെ പുറത്തു നിൽക്കാം. എന്നാ ശരിയാവട്ടെ. നീ ഒന്നും മിണ്ടാതിരിക്കും. ഇങ്ങോട്ട് വാ. കൊള്ളത്തില്ല. പരിപാടിയൊക്കെ ഇത് എന്തൊരു കഷ്ടം. അപ്പോഴേ പറഞ്ഞതാ പ്രശ്നമൊന്നും വേണ്ടെന്ന്. കേട്ടില്ല അവൻ. ഓ, ഇവന്റെയൊക്കെ കൂടെ കൂടിയത് എന്റെ തലയിലെടുത്ത്. ഇവന്മാരാണ് എടുത്തല്ലേ. ഇത് എന്റെ കയ്യിലിരിക്കട്ടെ. എന്തായടാ പയ്യന്മാരെ, ഇട്ടായിരുന്നോ? ഇപ്പൊ നോക്കിയോ, കാണിച്ചു തരാം. എന്റെ ബുദ്ധിയാണ് ബുദ്ധി. കൊലുസില്ലേ? ഓ, രക്ഷപ്പെട്ടു. തങ്കപ്പെട്ട പിള്ളേരെ ഇവര് വെറുതെ സംശയിച്ചല്ലേ. ഓ ദൈവമേ. ഇപ്പൊ എന്തായി? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. ഇനി പൊക്കോ മക്കളെ, ക്ഷമിച്ചേക്ക്. ഇതൊന്നും മനസ്സിൽ വെച്ചേക്കല്ലോ കേട്ടോ. പൊക്കോ പൊക്കോ. ആ, അവിടെ എങ്ങാനും പോയി നോക്ക്. ഒന്ന് പോടി. നീ എല്ലായിടത്തും കൊണ്ട് കളഞ്ഞിട്ട് വെറുതെ ആ പയ്യന്മാരെ കുറ്റം പറഞ്ഞു. എന്റെ അമ്മ അറിയാഞ്ഞിട്ടാ. അവര് കള്ളന്മാരാ. ചലക്കേണ്ട, അകത്തേക്ക് വാടി. ഒരിടത്തും കൊണ്ട് കളഞ്ഞിട്ട്. ഏയ് പെണ്ണെ തങ്കം. ഏയ്, നീ എന്തിനാ ഇത്ര പേടിക്കുന്നേ? ഇങ്ങോട്ട് ഇറങ്ങി വാന്നേ. അവള് പട്ടണത്തിലെ പെണ്ണല്ലേ, അതുകൊണ്ടായിരിക്കും ഇത്ര ഭയം. നീ പുഴയിലൊന്നും കുളിച്ചിട്ടില്ലേ? ധൈര്യമായിട്ട് ഇറങ്ങി വാടി. എനിക്ക് നല്ല പേടിയാടി. ധൈര്യമായിട്ട് വാടി. വാടി. നിക്കടി. വരുമല്ലേ? ഏയ്, ഒരു കിറുക്ക എന്നെ വിരട്ടി ഓടിച്ചതാ. കാണിച്ചു കൊടുക്കല്ലേ. അതുപോലെ പറയാനുണ്ടോ? നിന്നെ വിരട്ടുന്നവരല്ലേ കിറക്കനായിരിക്കും. തങ്കം, അച്ഛാ, ആരെങ്കിലും ഇങ്ങോട്ട് ഓടി വരുന്ന കണ്ടായിരുന്നോ? ഇല്ലച്ചാ. ഞാൻ കുളിച്ചോണ്ടിരിക്കുമ്പോ എന്റെ ബെൽറ്റ് കൊടുത്തോണ്ട് ഒരുത്തൻ ഓടി. അവന്റെ മുഖം കാണാൻ പറ്റിയില്ല, മുതുകു മാത്രമേ കണ്ടുള്ളൂ. ഒരു പ്രധാനപ്പെട്ട സാധനം അതിനകത്തുണ്ടായിരുന്നു. അവനെ എന്റെ കയ്യിലെങ്ങാനും കിട്ടിയാണ്ടല്ലോ, വീട്ടിൽ ഞൂർക്കിക്കളയും ഞാൻ. എടാ, നീ എന്റെ അച്ഛനോട് കളിച്ചല്ലേ? എവിടെയാടാ നീ? മരം കഴുതേ, വെളിയിൽ വാടാ. വെളിയിൽ വരാ. എടാ, എവിടെയാ നീ? എടാ, പിച്ചക്കാരൻ തേണ്ടി. ഈ കിളവനെന്തിനാ കോണ്ടം? ആള് വിചാരിച്ച പോലെ അല്ല. എടാ, നീ അവിടെ ഇവിടെ കക്കുന്നത് പോലെ എന്റെ അച്ഛന്റെ ബെൽറ്റും കട്ടല്ലേ? മര്യാദക്ക് തിരിച്ചതാ. ഏയ്, എന്നാ പിടിക്ക് പിച്ചക്കാരന്റെ ബെൽറ്റ്. ആരെടാ പിച്ചക്കാരെന്ന് വിളിച്ചേ? ദേ പല്ലടിച്ച് താഴെ ഇടും. പ്രധാനപ്പെട്ട എന്തുണ്ടെന്ന് പറഞ്ഞല്ലോ. എവിടെയാ അത്? അത് പെണ്ണുങ്ങൾക്കുള്ള അല്ല. എടാ, അത് തന്നിട്ട് പോ. എന്താടി എന്താ? എന്താണ് നീ കാണിക്കുന്നത്? ആ പോക്കറ്റിൽ ഓട്ടയാ. നോക്കട്ടെ. അതെന്റെ കാശാ.
സുന്ദരി കോതേ, അവളുടെ അപ്പന്റെ ഒരു ബെൽറ്റ് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം. പിച്ചക്കാരന്റെ മോളെ, നിന്നെ എന്റെ വരുതിക്ക് വരുത്തിയില്ലെങ്കിൽ എന്റെ പേര് ഇന്ദ്രനല്ലടി. എടാ ആണാണെങ്കി കാണിച്ചതാ. കാണിക്കൂടി. കള്ളന്മാരൊക്കെ വലിയ ഹീറോ ആണെന്ന വിചാരം. എടാ എന്തിനാ എന്തിനിപ്പോ ഒരു വെയിലത്ത് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു? മിണ്ടാതെ വാടാ, അതിനൊക്കെ ഒരു കാരണം ഉണ്ടടാ. അമ്പലത്തിലൊന്നും നീ വരാത്തതല്ലേ? ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞില്ലടാ. എന്താടാ കാരണം? എടാ ഇന്ദ്ര, പ്രാർത്ഥിക്കാനല്ലേ അകത്ത് പോണത്, നമ്മളെന്തിനാ പോണത്? ചുമ്മാ ഇരിക്കടാ. അതാണ് കാര്യം. അതാണ് വിഷയം. ലുങ്കി താഴ്ത്തിയിടറാ. ഓക്കെ അല്ലേ? എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടല്ലോ. തിരുമേനി, ഇത് ശർക്കര പായസ, ഇതൊന്ന് നിവേദിച്ചു തരുമോ? ഇവനെങ്ങനെ എന്റെ അടുത്ത് നിൽക്കുന്നേ? അടുത്ത് നിൽക്കൂലേ? അവന്റെ നോട്ടം കണ്ടില്ലേ? അതെ അതെ, എൻ്റെ അമ്മയും പറഞ്ഞിട്ടുണ്ട്, ദിവസവും കോവിലിൽ പോയാ ദൈവം ചോദിച്ചതെല്ലാം കൊടുക്കുമെന്ന്. ചുമ്മാ ഇതേടാ. എടാ ഇവന് ഭക്തിമൂത്ത ഭ്രാന്താവുന്നാ തോന്നണം. എന്താടാ വലിയ മീശമാധവനാണെന്ന് വിചാരം. മോളെ സൂക്ഷിച്ച്. ശരി തിരുമേനി, ഇന്ന് സൂക്ഷിച്ചു പിടിക്കണേ, കൈ പൊള്ളരുത് കേട്ടോ. കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കും. ശരി, ഞാനിപ്പോ വന്നേക്കാം. ഏയ് സർസു, ഒന്നെ സന്തോഷായി തിരുമേനി, എൻ്റെ മോക്ക് നല്ലൊരു കല്യാണം നടക്കണം. വിഷമിക്കണ്ട, എല്ലാം നല്ല രീതിയിൽ നടക്കും. ഇന്ന് അമാവാസി നാളാ. സ്വാമിക്ക് വേണ്ട നേർച്ചയെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇടുന്നേ കഴുത പ്രസാദം അവിടെയാ. എന്താ നിന്റെ അടുത്തില്ലേ? തെളച്ചില് കാണിക്കില്ലേ? അയ്യോ ചൂട്. ശ്രദ്ധിച്ച്. എടാ കൊരങ്ങ, തരാ ആക്രാന്ന് കാണിക്കാതെ നിക്ക്. എടാ ഭയങ്കര. എന്തൊക്കെയാ കാണിക്കുന്നത് തന്നെ. ഇത് എന്തൊരു തീറ്റ. ഇവനോട് തീറ്റ ചാർത്തിക്കൊണ്ടുവരാം. ഇത് മൊത്തം തീർക്കുവാണോ? കഴിച്ചത് മതി, ഇങ്ങോട്ട് വാടാ. ഇന്നെൻ്റെ കൈ തന്നെ കിട്ടും. ഈ രാത്രി എനിക്ക് സ്വന്തം. ഷർട്ട് നനഞ്ഞിരിക്കുന്നതുകൊണ്ട് ശബ്ദം കേക്കില്ല. എടാ നിക്കടാ, എന്റെ വീട്ടിൽ തന്നെ വന്ന് കക്കുന്നോടാ കോജിങ്കള്ളൻ. അമ്മയെ വിളിച്ച് പറയട്ടെ. നന്നായി പോയി, വിളിക്ക്, നമുക്കിരുന്ന് സംസാരിക്കാം. എന്ത് സംസാരിക്കാൻ? ഞാൻ കോഴി മോട്ടിച്ചെന്ന് നീ പറയും, പിന്നെ നീ എന്നോട് വരാൻ പറഞ്ഞെന്ന് ഞാനും പറയും. ഞാനെപ്പോഴാ വരാൻ പറഞ്ഞത്? നമ്മൾ തമ്മിലൊരു തീർപ്പ്. എന്താ? കോഴി എനിക്ക്, ഈ മുട്ട നിനക്ക്. നല്ല പോഷകാഹാരം കഴിക്കണം, അതും ഈ പ്രായത്തില്. എന്നാ പോയിട്ട് വരാം. ചെമ്പകമേ ചെമ്പക. നിന്റെ സോപ്പോ? എനിക്കാ? അത് തുണിയലക്കത്തെ സോപ്പാ. അതിട്ട് കുളിച്ച ചൊറിയൊക്കെ വരും. ഇതിട്ട് കുളിച്ചോ, നല്ല മണോ. നന്ദവനപ്പൂ പോലെ വെണ്ണിലാവിൻ തേരേറി അരികിലെത്തി. ചന്ദനത്തിൻ
കാറ്റായി ചെണ്ടുമല്ലിപ്പൂവായി മനം മയക്കി. എന്താ തങ്കം പതിവില്ലാതെ ഇങ്ങോട്ട് വന്നത്? ഇല്ല, വെറുതെ വന്നതാ. എനിക്ക് രണ്ട് സൈഡിലും മുടി പിന്നണമെന്ന് തോന്നി. നിങ്ങള് നന്നായിട്ട് പിന്നൊന്ന് കേട്ടു, അതുകൊണ്ട് വന്നതാ. അതിനെന്താ, ഞാൻ പിന്നെ തരാലോ. ഇവിടെ ഇരിക്കെ, ഞാനിപ്പോ വരാം. ആ ശരി. ശരി, ഞാൻ നിങ്ങളെ എന്താ വിളിക്കണ്ടേ? നിന്റെ അച്ഛനെ ഞാൻ ചേട്ടാന്നാ വിളിക്കുന്നേ. അപ്പൊ നീ എന്നെ അമ്മായിന്ന് വിളിച്ചു. ശരി. എന്താ മോളെ, എന്തു പറ്റി? ഒന്നുമല്ല. ഇതാണ് ഇരട്ടക്കെട്ട്. എങ്ങനെ വേണമെങ്കിലും ഒറ്റ വലിക്ക് പോരും. അല്ല മോളെ, എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ല. എന്നാ ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോ. ഇല്ല, ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. ഞങ്ങളുടെ വീട്ടിൽ നിന്നൊന്നും കഴിക്കില്ല അല്ലേ? ശരി, കഴിക്കാം. വെറുതെ കളിയാക്കും അല്ലേ? ഇല്ലെന്നേ, ശരിക്കും പറഞ്ഞതാ. കഴിക്കാം. അയ്യോ, ഇവളുടെ വീട്ടിൽ നിന്നാണല്ലോ ഇപ്പൊ കറിയൊക്കെ എടുത്തോണേ. അതെങ്ങനെ ഒക്കെ കൊടുക്കുന്നേ? എങ്ങനെയൊക്കെ കൊടുത്തു നോക്കാം. അമ്മായി, നിങ്ങൾ നന്നായിട്ട് കറി വെക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ആര്? ഞാനോ? നന്നായിട്ട് വെക്കും. കല്യാണത്തിന് മുന്നേ അമ്മായിമ്മയുടെ കൈകൊണ്ട് ഉണ്ടാക്കിയത് കഴിക്കുന്നത് ഞാൻ മാത്രമായിരിക്കും. എത്ര നേരമായിട്ട് ഇന്ദ്രനെ കാണുന്നില്ലല്ലോ. അയ്യോ, മനസ്സിലായോ എന്തോ. അമ്മായി, ഇത് എന്റെ അമ്മ. ഇല്ല, ഞാൻ തന്നെ വെച്ച സത്യമായിട്ട് ഞാൻ തന്നെ വെച്ചേ. ഇത് എന്റെ അമ്മ ഉണ്ടാക്കിയത് പോലെ തന്നെ ഉണ്ടെന്ന് പറയാൻ വന്നതല്ലേ. അങ്ങനെയാ പറഞ്ഞേ? ഓ, നന്നായി കണ്ടുപിടിച്ചില്ല, ഭാഗ്യം. ഈ പുളിമരത്തിൽ പ്രേതം ഉണ്ടെന്നാണല്ലോ പറയുന്നത്. നീ എന്താ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നേ? പേടിയില്ലല്ലേ? അത് നിന്റെ കൂടെ കൂടിയില്ലേ, പിന്നെന്തിനാ പേടി? തങ്കമേ, ശരി, എന്തിനാ പറയാൻ പറഞ്ഞേ? ടൈമില്ല, പെട്ടെന്ന് പറയുന്നേ. ധൃതി കാണിക്കാതെ അടുത്തു വാ. എന്താ ഇതൊക്കെ? കൈ കാണിക്കേ. ഇത് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പൂജിച്ച ചരട. ഇത് കെട്ടിക്കഴിഞ്ഞാ പിന്നെ നീ മോഷ്ടിക്കില്ല. അഴിച്ചു കളയല്ലേ, ഇങ്ങനെ ഇരിക്കട്ടെ. പയ്യന്മാര് കാത്തിരിക്കുക, ഞാൻ പോകുന്നു. പോ. ഇന്ദ്ര, ഇവിടെ വാ.
കണവൻ വന്നല്ലോ ഈ കാഞ്ചിപുരം സാരി ചുറ്റി കാതോരം കമ്മലിട്ട് കാർമുകിലിൻ മഷിയെഴുതി പത്തരമാറ്റ് പൊന്നണിഞ്ഞ് പിച്ചകമാല കോർത്തെടുത്ത് മുടിയിഴയിൽ തിരുകി വെച്ച് സന്ധ്യേകും കുങ്കുമത്താൽ തൊടുകുറിയും തൊട്ടുറങ്ങി കുഞ്ചി കുഞ്ചി നിന്നെ തേടും പൂങ്കാറ്റായി ഞാൻ ആടിപ്പാടി എന്റെ മേനി തളരുന്നല്ലോ പുള്ളിക്കൊയിൽ കേഴും പാട്ടിൻ അലയായി ഞാൻ മാറിക്കൊളിരായി നീ വേഗം വരുമോ ദേവാ. ഓർമ്മകളിൽ ഓടിവരും മാരനൊരാൾ നീ അഴകേ വിൺമുകിലും തേരിറങ്ങും താഴ്വരയിൽ നീ വരുമോ മിഴിതളിൽ ദാഹവുമായി മുന്നിൽ വന്ന താരകമേ ഈ കാൽവിരലാൽ കളമെഴുതി നാണവുമായി ഞാനരികെ കൈവിരലാൽ നീ തഴുകും തമ്പുരുവായി ഞാൻ ഉണരും ചുംബനങ്ങൾ നീ പകരും തരിവളകൾ ചിരിയുതിരും സങ്കൽപ്പത്തിൻ കാണാതീരം അണയുകയാണോ വെണ്ണിലാവിൻ പൊൻകളിയോടം തുഴയുകയാണോ ആനന്ദത്തിൻ മായാമഞ്ചം തിരയുകയാണോ ആലസ്യത്തിൻ രാഗോന്മാദം നിറയുകയാണോ പൂവണിഞ്ഞ രാഗം പോലെ മഞ്ഞണിഞ്ഞ മോഹം പോലെ തേൻ വസന്തമെല്ലാം എല്ലാം എനിക്ക് സ്വന്തമായി നാളിതത്ര ഞാൻ കൊതിച്ചു കൂടുകൂട്ടുവാ. ഇന്ദ്രൻ തങ്കം. ഡേയ്, ആരാടാ ഇതൊക്കെ എഴുതിയേ? അത് ഇവനാണ്ടാ. ഓ, നാട്ടുകാരെയൊക്കെ അറിയിക്കാൻ വേണ്ടി ഈ കല്ലിലൊക്കെ എഴുതി വെച്ചിരിക്കുകയാണല്ലേ? കല്ലിനെ കുറിച്ച് നിനക്കെന്തറിയാ? കല്ലിൽ കൊത്തിയ പ്രണയത്തെ മായ്ക്കാൻ പറ്റില്ലടാ. അറിയാ, ആ പട്ടണത്തിലെ പെണ്ണിനെ നീ വിടൂലല്ലേ? എന്തിനു വിടണം? ഇതുപോലെ എത്രണ്ണത്തിന് ഇവിടെ കണ്ടിട്ടുള്ളതാ, അറിയാമോ? പട്ടണത്തിലെ പെണ്ണല്ലേ, സൂക്ഷിച്ചോ, ഒരു ദിവസം നിന്നെ വിട്ടിട്ട് പോവും. എടാ ഇന്ദ്ര, നിന്റെ ബുദ്ധിക്ക് എന്ത് തോന്നുന്നോ അത് നീ ചെയ്യ്. എടാ ഇന്ദ്ര, നീ പ്രണയത്തിൽ വിജയിച്ചു കഴിഞ്ഞാ നിനക്കും പ്രണയനിക്കും ഈ നാട്ടിലൊരു അമ്പലം കെട്ടിത്തരും. സ്നേഹിക്കുന്നതറിഞ്ഞ അപ്പനും അമ്മയും ഭയങ്കരമായിട്ട് എതിർക്കും. എന്നാൽ ശരിക്കും ചേരേണ്ടവരെ ദൈവം തന്നെ ചേർത്ത് വെക്കും. ഏയ് തങ്കം, പ്രേമത്തിന് മല കയറണമെന്ന് കേട്ടിട്ടുണ്ട്, അതിതാണോ? ഡേയ്, തങ്കം വരുന്നുണ്ട്, എഴുന്നേറ്റ് വാ, പോകാം. വാ, പോയിട്ട് പെട്ടെന്ന് വരണം കേട്ടോ. ശരി. ഏയ്, ഈ കാത്തിരിക്കുന്നതിന്റെ ബുദ്ധിമുട്ടൊന്നും എനിക്കറിയില്ല. ഇത്ര മോളോട്ട് വരാൻ പറഞ്ഞ എന്തിനാ? അതോ ഇപ്പൊ ഒരു വെയിലത്ത്. നാട്ടുകാരെല്ലാം അറിഞ്ഞാലേ അറിയാലോ, തല മൊട്ടയടിച്ചു വിടും. എന്നോട് അത്രയ്ക്ക് സ്നേഹമാണോ ഇന്ദ്രന്? മൊട്ടയടിച്ചാ പിന്നെ മുഖം നല്ല ചേലായിരിക്കും. നിന്നെ ഇതിനാണോ വരാൻ പറഞ്ഞത്? ഇത് നിന്റെ കൊലുസാണ്. തോന്നി, നീ തന്നെയായിരിക്കും എടുത്തെന്ന്, കള്ളച്ചെക്കൻ. ഇതാ. ഇനി മോഷ്ടിക്കില്ലെന്ന് സത്യം ചെയ്, എന്നിട്ട് വാങ്ങിക്കാം. ഞാൻ കള്ളനല്ല തങ്കം,
ചുമ്മാ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കൂട്ടുകാർക്ക് വേണ്ടി എടുത്തു കൊടുക്കും, അത്രേ ഉള്ളൂ. നീ ചെറുതായിട്ടാണോ വലുതായിട്ടാണോ മോഷ്ടിക്കുന്നതെന്ന് എനിക്കറിയണ്ട. ഇനി ഒരിക്കലും മോഷ്ടിക്കില്ല എന്ന് സത്യം ചെയ്. സത്യം ചെയ്യണോ? മോഷ്ടിക്കുന്നത് തെറ്റാടാ. അറിവുള്ളവര് പറയുന്നത് എന്താന്നറിയോ? വഞ്ചനയിലൂടെ സമ്പാദിക്കുന്നതൊന്നും മരണം വരെ കൂടെ ഉണ്ടാവില്ല എന്ന സത്യം. ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? അതിനാ സ്കൂളിൽ പോണെന്ന് പറയുന്നത്. ഓ, അതുകൊണ്ടാ എനിക്കിതൊന്നും അറിയാത്തെ. ആ അതെ, നിന്റെ അപ്പാപ്പൻ എന്തോ പറഞ്ഞല്ലോ, എന്താണത്? അതിന്റെ അർത്ഥം എന്താ? അന്യന്റെ മുതലും നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്കൊരിക്കലും ഉതകില്ല. ഇനി ഒരിക്കലും മോഷ്ടിക്കില്ലെന്ന് എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്. നീ ഇട്ട് തന്നാ മതി. ഇവിടെ പൂജക്ക് കള്ളന്മാരോ നിൽക്കണ്ട, വാടാ. നമ്മുടെ നാട്ടിൽ വന്നേക്കാണ് കള്ള പരിശാളെ. അവിടെ നിൽക്കണം. ഒരെണ്ണം കഴിച്ചിട്ടോ, രണ്ട്. അടിയടാ അടിയടാ. അടിയടാ അടിയടാ അടിയടാ. നോക്കടാ ദേടാ ദേടാ. ചവിട്ടറാവന. ആരാടത്? ഞാനാ തങ്കം. വല്ലോടത്തും പോയി കട്ടിട്ട് ഇവിടെ വന്ന് ഒളിച്ചിരിക്കുന്നോ? തങ്കം, ഞാൻ പറയുന്നത് കേക്ക്. മര്യാദയ്ക്ക് വെളിയിൽ പോ. ഞാൻ അവിടെ എങ്ങനെ പോയി പറഞ്ഞ നിന്നെ കൊന്നു കളയോടാ. തങ്കം, വിളിച്ചു പോവാതെ. നാട്ടില് കള്ളൻ വന്നെന്നറിഞ്ഞ് നാട്ടുകാരവനെ പിടിക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. വെളിയിലുള്ള കള്ളന്മാർ ഓടി രക്ഷപ്പെട്ടുകൊണ്ട് നമ്മുടെ ഇന്ദ്രൻ കള്ളനായി. പിന്നെ അവന്മാർ വീണ്ടും വന്ന് മോഷ്ടിക്കാനും തുടങ്ങി. ആ കള്ളൻ ഇന്ദ്രനാണെന്ന് തങ്കം വിശ്വസിച്ചു. എടാ എന്തിനാ നീ പോയി സംസാരിക്കേ, അവള് വരാതിരിക്കില്ല. ചെല്ലടാ, രണ്ടിലൊന്നും അറിഞ്ഞിട്ട് വാടാ. നിങ്ങളവിടെ നിൽക്കി, ഞാൻ പോയി കണ്ടിട്ട് വരാം. ശരി, കണ്ടിട്ട് വാ. ഇന്നൊരു തീരുമാനം അറിയട്ടെ. ഏയ് തങ്കം തങ്കം തങ്കം, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ദേഷ്യത്തിലാന്ന് തോന്നുന്നു. തങ്കം തങ്കം
വിളിച്ചത് കേട്ടില്ലേ തങ്കം? അവിടെ നിന്നേ. അന്ന് നാട്ടിൽ നടന്ന കളവ് ഇന്ദ്രനാണ് ചെയ്തതെന്ന് വിചാരിച്ച് അവൾ അവനെ വിട്ടിട്ട് പോയി. പോകുമ്പോ നീ ഹാഫ് നിക്കറിട്ട് നടക്കുന്നത് വളരെ മോശമാണെന്ന് അവനെ കളിയാക്കുകയും ചെയ്തു. അന്ന് മുതൽ ഞങ്ങളുടെ ഇന്ദ്രൻ ഫുൾ ട്രൗസർ ഇന്ദ്രനായി മാറി. അന്ന് അവൻ ഭദ്രകാളി ദേവിയുടെ മുന്നിൽ സത്യം ചെയ്ത് പറഞ്ഞു, അന്ന് മുതൽ ബാത്റൂമിൽ പോയാലും ബാൻഡിട്ടേ പോവുള്ളൂ, ചാപ്പാടിന് പോയാലും ബാൻഡിട്ടേ പോവുള്ളൂ. ഹലോ മിസ്റ്റർ ഇന്ദ്രൻ, നിങ്ങളുടെ ലവ് സ്റ്റോറി കേട്ടു. വളരെ പെയിൻഫുൾ ആണ്. എടാ മാക്കറി, നീ എല്ലാം പറഞ്ഞല്ലേ. സാധാരണ പ്രേമിച്ചവൾ ഇട്ടിട്ട് പോയാ അവൻ താടിയും വളർത്തി ജീവിത അവസാനം വരെ അവളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കും. എന്ന് നിങ്ങൾ ഹാഫ് പാൻറിൽ നിന്ന് ഫുൾ പാൻറിലേക്ക് മാറി. ഐ ലൈക്ക് ഇറ്റ്. മിസ്റ്റർ ഇന്ദ്രൻ, ഫുൾ പാൻറ് ഇട്ട ആണുങ്ങളെ മാത്രമേ പെണ്ണുങ്ങൾ ഇഷ്ടപ്പെടൂ എന്ന് വിചാരിക്കേണ്ട. ഹാഫ് ട്രൗസർ ഇട്ട ആണുങ്ങളെയും പെണ്ണുങ്ങൾ ഇഷ്ടപ്പെടും. അമ്മേ, ഇവിടെ അടുത്ത് കട വല്ലതുണ്ടോ? ഇവിടെ കടയൊന്നുമില്ല, ഇതാ കട. കേളൻസോ? അവന്മാർ ഇവിടെ എത്തിയോ? എന്നെ കണ്ണിറുക്കി കാണിച്ചവള്. ഹായ് ബേബി, ഐ ആം ഹിയർ. എവിടെ പോവാ? ഹായ്, മിനറൽ വാട്ടർ വേണം. ഇവിടെ അടുത്ത് വല്ല പലചരക്ക് കടയുണ്ടോ? ഇവിടെ മിനറൽ വാട്ടർ ഒന്നും കിട്ടത്തില്ല, ബട്ട് നല്ല ക്വാർട്ടർ കിട്ടും. എന്ത്? there is no പലചരക്കട. വാട്ട് നോൺസെൻസ്. ടെൻഷൻ അടിക്കുന്ന മോളെ, ഓൺലൈൻ ഓർഡർ ചെയ്താൽ ഹാഫ് ആൻ അവറിൽ വരും. ഗ്രാമത്തിലേക്ക് വരാൻ എത്ര ആഗ്രഹിച്ചതാ. ഇവിടെ ഒരു പലചരക്ക് കട പോലില്ലേ? there is no പലചരക്കട. ഇത് സത്യനന്ദിക്കാടിന്റെ ഗ്രാമം അല്ല, ഹൈടെക് ഗ്രാമം. പരദേശി. എന്നെ പരദേശിയൊക്കെ നോക്കണം. ഐ ആം നോട്ട് ഫോറിനർ. എവിടെ പോയിരുന്നു ഇത്ര നേരം? നിന്നെ നോക്കി അടക്കായിരുന്നു. ഇരിക്കവിടെ. അതെ, നിനക്ക് എന്നെക്കാളും പ്രായം കുറവാണെന്ന് നാട്ടുകാർ മുഴുവൻ പറയുന്നടാ. നീയാണെങ്കി എന്നെ തന്നെ കെട്ടുള്ളൂ എന്ന് വാശി പിടിക്കുക. നീ എന്നെ പൊന്നുപോലെ നോക്കുവോ? നോക്കിക്കോളാം ചിത്ര, സത്യം നടക്കും. നിനക്കാണെങ്കി ഒരു ചുക്കും അറിയില്ല, പിന്നെങ്ങനെ നീ എന്നെ നോക്കുന്നേ? ഒരു കാര്യം ചെയ്യും, ഒരു ചുക്കും ചുണ്ണാൻ പറയാത്തവരാ ഈസി ആയിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നേ. അവിടെ ഏതാണ്ട് അഭിനയൊക്കെ തന്നെയാണ്. നിനക്കും അഭിനയം നോക്കിക്കോ. ഞാൻ അഭിനയിക്കൊന്നും പോലെ നിന്റെ കൂടെ ജീവിക്കുള്ളൂ, നിന്റെ കൂടെ ജീവിക്കുള്ളൂ. അനിയ പോയ കാര്യം ശരിയായി. അതെയോ? ഹലോ, ലോൺ വേണ്ട, പേഴ്സണലായിട്ട് സംസാരിക്കാം. തൽപരകക്ഷിയല്ല, വീണ്ടും കോള്. ഹലോ, എന്നെ നമുക്കങ്ങ് കേട്ടാം. ഫോൺ എടുത്തു കഴിഞ്ഞാൽ പാല് വേണോ, പെണ്ണ് വേണോ, ലോൺ വേണോ എന്ന് ഒരേ ടോർച്ചർ. ഇപ്പൊ മാട്രിമോണി ഡോക്ടർ, എന്തെങ്കിലും സാധനം വേണമെങ്കിൽ പറയൂ, കേലൻസിൽ ഓർഡർ ചെയ്ത് തരാം. നിങ്ങളെപ്പോലെ എന്നെയും അവരുടെ അടിമയാക്കാൻ നോക്കുകയാണോ? ഡോക്ടറെ പോലെ പ്രതികരിച്ചാലേ ഇനിയും ഈ നാട്ടിൽ കൊലപാതകങ്ങൾ നടക്കും. എന്ത്? ആരംഭകാലത്ത് ചന്തപ്പേട്ടിൽ നിന്നാണ് ഇവിടെ സാധനങ്ങൾ വാങ്ങിയിരുന്നത്. അതിനുശേഷം നമ്മുടെ നാട്ടിലും കടകൾ വന്നു. അപ്പോൾ ആ ചന്തപ്പേട്ടക്കാർ ഞങ്ങളോട് ലഹളയ്ക്ക് വന്നു. ഞങ്ങളുടെ നാട് മൊത്തം തീവച്ച് നശിപ്പിച്ചു. അതിൽ കുട്ടികളും വലിയവരുമായി ഒരു 10-15 പേര് മരിച്ചുപോയി. കുറച്ച് വർഷം കഴിഞ്ഞ് വീണ്ടും കടവെക്കാൻ ശ്രമിച്ചു നോക്കി. അപ്പോഴും കൊലപാതകം ഉണ്ടായി. ഇപ്പൊ ചെയ്യുന്നത് കേലൻസ് എന്ന ഓൺലൈൻ കമ്പനി
നമസ്കാരം. നമസ്കാരം. പുലിയൂര് ഗ്രാമത്തിൽ നിന്ന് വരുവാ ഞങ്ങൾ. എന്താ കാര്യം പറയും? ഇങ്ങനെ നമ്മുടെ പിള്ളേർക്ക് മര്യാദയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുവോ? ഞാനിവിടുത്തെ കൊച്ചു പിള്ളേരെ പഠിപ്പിക്കുന്ന കണ്ടിട്ടാണോ? ചെറിയ പ്രായത്തിൽ വിതച്ചാലേ വിജയം കൊയ്യാൻ പറ്റൂ. അത് വൈകിച്ചാൽ ഫലം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നാട് മുഴുവൻ തേടി നടന്ന് കുട്ടികളെ കണ്ടെത്തി പരിശീലിപ്പിക്കുന്നത്. ഇതുമൂലം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല, മനസ്സിലാക്കാനും പറ്റില്ല. ശരി, നിങ്ങൾ എന്തിനാണ് വന്നത്? അത് പറയ്. അത് പിന്നെ ആശാനെ, പണ്ട് ഞങ്ങളുടെ ഗ്രാമവും പട്ടണവും തമ്മിലായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്. ഇപ്പം ഞങ്ങളുടെ ഗ്രാമവും അവിടെ വന്നൊരു കോർപ്പറേറ്റ് കമ്പനിയായിട്ട് വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. അത് പിന്നെ അതിലെങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ജയിക്കണം. മോനെ, ഈ മത്സരത്തിലാണ് ഞങ്ങളുടെ നാടിന്റെ മാനവും മര്യാദയും അഭിമാനവും എല്ലാം ഇരിക്കുന്നത്. എല്ലാ വിദ്യകളും അറിയാവുന്ന ആളാന്ന് മനസ്സിലായി. അതാ തിരക്കി വന്നത്. എല്ലാം അറിയുന്നവൻ ഈ ലോകത്തിൽ ആരുമില്ല. മനുഷ്യനാൽ സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിന് എല്ലാം ചെയ്യാൻ കഴിയില്ല. സൃഷ്ടിക്കാനൊരുത്തൻ, ഇല്ലാതാക്കാനൊരുത്തൻ, കാക്കുവാനൊരുത്തൻ, ജ്ഞാനം പകരുവാനൊരുത്തൻ, വരം കൊടുക്കുവാനൊരുത്തൻ, രക്ഷിക്കുവാനൊരുത്തൻ, അങ്ങനെ ഓരോ കഴിവുകളാൽ സൃഷ്ടിച്ചിരിക്കുന്നു. എന്നെ സംബന്ധിച്ച് കഴിവെന്ന് പറയുന്നത് വിജയത്തിന് വേണ്ടി പോരാടുന്നത് മാത്രമാണ്. അതെ അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ശരി, കാര്യത്തിലേക്ക് വാ. എന്ത് മത്സരം വെച്ചിരിക്കുന്നത്? എല്ലാവർക്കും അറിയാവുന്ന കളിയാണ് അത്. കോല്. അതെന്താണെന്ന് വേഗം പറഞ്ഞു കൊടുക്ക്. ഞാനെന്ത് പറയാനാ? അത് പിന്നെ പിള്ളേര് കളിക്കുന്ന ഒരു കമ്പ്, അത് കുട്ടി പറഞ്ഞു കൊടുക്ക. വലിയ കാര്യങ്ങൾ സംസാരിക്കുന്നിടത്ത് ഒന്നും മിണ്ടായിരിക്കേ. എന്ത് കളിയാ? രാശി കളിയാ? കാൽപന്താ? വട്ടുകളിയാ? കോക്കോയാ? ഉറിയടിയാ? തൊങ്ങിത്തൊട്ടോ? മുളയ്ക്കേറ്റോ? ചാക്കിലോട്ടോ? അതോ കസേര കളിയോ? ഗുസ്തിയാ? കബഡിയോ? അല്ലെങ്കിൽ ഏറുപന്താണോ? എന്താന്ന് പറ. അല്ല ആശാനെ, ഇത്രയുള്ള കുറ്റിയില്ലേ, അത് കോലുകൊണ്ട് അടിക്കത്തില്ലേ? അതുപോലത്തെ കളിയാ. അതാണ് ആശാനെ. ഈ കുട്ടിക്കമ്പ്, വലിയ കമ്പ് കിള്ളി തോണ്ടി പൊക്കി എറിഞ്ഞിട്ട് അതാ ഉദ്ദേശിച്ചത്. അതാണ് അത് തന്നെയല്ലേ? അതെല്ലാരും കൂടെ ഒരു കുഴി തന്നെ. കുട്ടിയും കോലുമാണല്ലേ? എടാ കൊണ്ടുപോവാ. ഇതും മലയാളികളുടെ പാരമ്പര്യ കളിയാ. അതെ. ഇത് പറയാനെന്താ ഇത്ര നാണം? ഈ കളിയാണ് വെള്ളക്കാരൻ ക്രിക്കറ്റാക്കി മാറ്റിയത്. കോലിന് പകരം ബാറ്റ്, കുട്ടിക്ക് പകരം ബോള്. മലയാളികളുടെ ഓരോ കളിയും ഗംഭീരമായിരിക്കും. ബാറ്റ് കൊണ്ട് ബോളടിച്ചാൽ പിറകെ ഓടണം. കമ്പ് കൊണ്ട് കുട്ടിയടിച്ചാൽ അതിന് നേരെ വന്ന് നിൽക്കണം. അല്പം ശ്രദ്ധ മാറിപ്പോയാൽ വലിയ ആപത്ത് സംഭവിക്കും. എങ്ങനെയായാലും ഈ മത്സരത്തിൽ ഞങ്ങൾ ജയിക്കുന്നുള്ള വിശ്വാസം വന്നു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യം വിശ്വാസം മാത്രമാണ്. ഞാൻ നിങ്ങളുടെ നാട്ടിലേക്ക് വരാം. നമസ്കാരം. കോർപ്പറേറ്റ് കമ്പനിക്കാര് കാട്ടിലാണല്ലോ വന്നിരിക്കുന്നേ. നിങ്ങൾക്ക് ഇവിടെയൊക്കെ ഇഷ്ടപ്പെടുവോ? ആ പുലിയൂർക്കാരുടെ മനസ്സ് മാറ്റി അവിടെ പലചരക്കട വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കൂന്ന് വിചാരിക്കണ്ട. എങ്ങോട്ട് നോക്കിയേ, ആക്രാന്തം കാണിക്കാതെ, ധൃതി കാണിക്കാതെ ഒന്ന് സമാനപ്പെട്ടിരിക്കേ. നിങ്ങൾ എഴുതി വെച്ചോ, പുലിയൂർ ഗ്രാമത്തിന്റെ കാര്യം ഞാൻ ശരിയാക്കി തരാം. ഇവന്റെ വായിൽ തോക്ക് വെച്ച് ചോദിച്ചാൽ പോലും ഓൺലൈൻ വാർത്ത പുറത്തു പറയില്ല. എന്നാ ഒരു കാര്യം അറിയോ, ഞാൻ ജനപ്രതിനിധി. ഞാൻ പറഞ്ഞാ കേൾക്കാത്ത ആരാ ഉള്ളത്?
കുട്ടി കോലി കളി എന്താ അറിയില്ലേ? ശരി, തമാശകളായി. എടോ, അത് നമ്മുടെ നാടിന്റെ പാരമ്പര്യ കളി, അതെങ്ങനെ വിടാൻ പറ്റും? MLA, മത്സരം നടക്കാൻ പാടില്ല. മത്സരം നടക്കരുത്. എന്ത് പോഴത്തരോടായി പറയുന്നത്? നാളെ മത്സരം വെച്ചിട്ട് എങ്ങനെ ഇനി മാറ്റാൻ പറ്റും? അതിന് പെട്ടിക്കണക്കിന് കാശ് വാങ്ങിച്ചല്ലേ? ആ, ഒന്ന് പോടും. ഡോ, നിങ്ങളെ പണം വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞില്ലല്ലോ. എന്തിനാ എങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നേ? ഓട്ടും വലിച്ചേറ്റി കറുത്ത കണ്ണടേട്ടാ എല്ലാം ആവോ? ഇതുകൊണ്ടാ പറയുന്നത് കോർപ്പറേറ്റ് കമ്പനിക്കാരുമായിട്ട് യാതൊരു ബന്ധവും പാടില്ലെന്ന്. ഒന്ന് പോടോ, നിങ്ങളുമായിട്ട് യാതൊരു ഇടപാടും ഇല്ല. എന്തൊക്കെയാ കുമാരി പറയുന്ന? കുമാരിയുടെ വീട്ടിലേക്ക് വണ്ടി വിടറാ. അതെ ആശാനെ, എല്ലാം നമ്മുടെ നാട്ടിലെ കുട്ടികൾ തന്നെയാ. കുറേശ്ശെ കളിക്കാൻ അറിയാം. ഈ പ്രായത്തിൽ ഞങ്ങള് നന്നായിട്ട് കളിക്കുന്നു, എനക്കറിയാവേ. അവര് പറയട്ടെ. സമാധാനപ്പെട്. നിന്റെ പേരെന്താടാ? ഇന്ദിര. ഇന്ദിര, എഴുന്നേറ്റേ. എടാ ഇന്ദിര, എഴുന്നേക്കടാ. വാ, ഈ സൈഡിലേക്ക് വന്നേക്ക്. വാ. നിന്റെ പേരെന്താ? മുരുകൻ. വാ. നിന്റെ പേരോ? ശിവൻകുട്ടി. വാ. ഇവനെയോ? സമാധാനായിട്ടിരിക്കേ. എല്ലാവരും ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന. നിന്റെ പേരെന്താ? മാണിക്കൻ. വാ. നിന്റെ പേര്? ഭരതൻ. വാ, എഴുന്നേറ്റ് വാ. ഇവൻ 5ാം ക്ലാസ്സിൽ 5 കൊല്ലം തോറ്റോനാ. ഇവനെ കൊണ്ട് എന്ത് കളിപ്പിക്കാനാ? അതെല്ലാം നന്നായിട്ട് കളിച്ചോളും. ഏതിനാ ഫെയിലായത്? ഇംഗ്ലീഷ് അറിയാത്തോണ്ട് ഫെയിലാക്കി. മലയാളം അറിയില്ല, കണക്കറിയില്ല, മറ്റ് വിഷയങ്ങൾ അറിയില്ല എങ്കിൽ വിഷമിക്കണം. ഇംഗ്ലീഷ് വിദേശിയുടെ ഭാഷ, അതിനെന്തിനു വിഷമിക്കണം? നീ എഴുന്നേറ്റെ. അല്ല, വേണ്ട, ഞങ്ങള് പോലും ഇവനെ ഒരു കാര്യത്തിൽ ക്ഷമിക്കുന്നേ. ഒന്ന് ക്ഷമിക്കേ, ഞാൻ നോക്കിക്കോളാം. കൈയെടുക്കടാ. അവിടെ പോയി നിൽക്ക്. നീ എഴുന്നേക്ക്. നിന്നെ തന്നെയാണ് നീയാ. എഴുന്നേക്ക്. വന്നോടെ നിൽക്ക്. ഞാൻ മുടന്തനാ, കൊമ്പിലെ തേനെടുക്കാൻ പറ്റാത്തവനാന്ന് എല്ലാരും പറയണേ. നമ്മുടെ പൂർവികർ പറഞ്ഞ നല്ല കാര്യങ്ങളിൽ ഒന്നാത്. ഇടയ്ക്ക് വന്ന ചില മണ്ടന്മാരത് മാറ്റിക്കളഞ്ഞു. ആശാൻ പറഞ്ഞത് വളരെ ശരിയാ. കാലാകാലങ്ങളായിട്ട് ഇത് തന്നെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നേ. 2 കാലും 2 കൈയും ഉണ്ടായിട്ട് പരിശ്രമിക്കാത്തവനാണ് മുടന്തൻ. പരിശ്രമിക്കാതെ ചുമ്മാതിരുന്ന കൊമ്പിലിരിക്കുന്ന തേനെങ്ങനെ എടുക്കും? എന്നാൽ ശരിക്കും പരിശ്രമിച്ചെന്നാൽ നിലാവിലിരിക്കുന്ന തേൻ പോലും എടുക്കാൻ പറ്റും. നിന്നെ കൊണ്ട് സാധിക്കുന്നു, എനിക്ക് വിശ്വാസമുണ്ട്. എന്നെ കൊണ്ട് മാത്രമേ സാധിക്കുന്നു, നീ വിശ്വസിക്കുക. നീ സാധിക്കാൻ പറഞ്ഞവനാ. വാ. അനിയ, നീ ഇങ്ങോട്ട് വാ. അതെ ആശാനെ, അത് പിന്നെ വേറെ നിങ്ങളെക്കാൾ എന്ത് കുറവുണ്ടായിട്ട് അവനെങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്നേ? ന്യായമായിട്ട് മാറ്റി നിർത്തപ്പെടേണ്ടത് ആരാണെന്നറിയോ? മോഷ്ടിക്കുന്നവൻ, കള്ളം പറയുന്നവൻ, കൊല ചെയ്യുന്നവൻ, കഞ്ചാവടിക്കുന്നവൻ, അന്യന്റെ ഭാര്യയെ ആഗ്രഹിക്കുന്നവൻ. ഇതിനെല്ലാം അപ്പുറം മറ്റുള്ളവരെ അടിമാക്കി വെക്കണമെന്ന് വിചാരിക്കുന്നില്ലേ? അവരെയാണ് മാറ്റി നിർത്തേണ്ടത്. നമ്മൾ വിചാരിച്ചാൽ സാധിക്കാത്ത കാര്യം ഒന്നുമില്ല. വന്നോളൂ. നിങ്ങൾ വരൂന്ന് പറഞ്ഞതിനെ വലിയ കാര്യമാണ്. നിങ്ങളെ കൊണ്ട് പലതും സാധിക്കും. പക്ഷേ ഇത് നിങ്ങൾക്കുള്ള മത്സരമല്ല. എതിരെ നിൽക്കുന്നവൻ എന്ത് ആയുധം കയ്യിലെടുക്കുന്നോ അത് തന്നെ നമ്മളും കയ്യിലെടുക്കണം. അവിടെ ആണുങ്ങളാണെങ്കിൽ ഇവിടെ ആണുങ്ങൾ, ഇനി പെണ്ണുങ്ങളാണെങ്കിൽ ഇവിടെയും പെണ്ണുങ്ങൾ. നിങ്ങളുടെ പ്രാർത്ഥന മതി, നിശ്ചയമായും നമ്മൾ വിജയിക്കും. അനിയന്മാരെ, ഇനി മുതൽ നിങ്ങളെല്ലാവരും എൻ്റെ കുട്ടികളാണ്. നമ്മളെല്ലാവരും ചേർന്ന് പോരാടും, എതിരാളികളെ വീഴ്ത്തും. നാളെ മുതൽ പരിശീലനം ആരംഭിക്കാം. അടിക്കുന്ന അടിയിൽ ഏത് കോർപ്പറേറ്റ് കമ്പനിയും പറക്കും. നാളെ കാണാം. വിശ്വാസത്തോടെ. പോരാട്ടം തുടങ്ങി വച്ചേ മണ്ണ് വിണ്ണാക്കും വനം തുടിച്ചേ പോരാട്ടം തുടങ്ങി വച്ചേ വാടാ മുന്നിൽ അഗ്നിച്ചിറകായി പറന്നിടുവാൻ വാടാ മുന്നിൽ നേരിൻ ബലത്തിൽ അടവുകൾ പയറ്റി കടലായി ഇറമ്പി ഈ ഉലകിനെ മെരുക്കി കൈമൈ മറന്ന് അടരാടാൻ കൊതിച്ച് ജീവൻ കൊടുത്ത് വിളയാടാൻ ഉറച്ച് സത്യം മറഞ്ഞ മണ്ണിൽ സർവം ഉടച്ചു വാർക്കാൻ തിരയായി ഉണർന്നു പുണർന്ന് തണലായി വളർന്ന്
വഴികൾ അടഞ്ഞാലും ഓരോ വഴികൾ അടഞ്ഞാലും നാടിൻ തുടിയായി ഒരുങ്ങേണം. വേട്ടപ്പട്ടികൾ കുരച്ചാലും നേരിൻ ചുവടായി കുതിക്കേണം. കാനൻ കോഴികൾ കരഞ്ഞാലും പൊരുതി ജയിക്കാൻ കഴിയണം. കാണാ ചതിയിൽ വീഴാതെ മിന്നൽ പിണറായി ജ്വലിക്കേണം. എന്നാളും തളരാതെ എന്നാളും തളരാതെ നാം ഉയരും നാടാകെ സിംഹം പോൽ പോരാടുന്ന ഈ ജന്മം നാടിതിന്ന. സത്യം മറഞ്ഞ മണ്ണിൽ സർവം ഉടച്ചു വാർക്കാൻ തിരയായി ഉണർന്നു പുണർന്ന് തണലായി വളർന്ന്. ധനന 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 വേദത്താളിൽ ഒതുങ്ങാതെ ഓ ഓ വേദത്താളിൽ ഒതുങ്ങാതെ നന്മകളറിയാൻ കഴിയണം. കുറവും കുറ്റവുമില്ലാതെ അറിവിൻ നാമ്പുകൾ നേടേണം. വേനൽ ചൂടിൽ തളരാതെ വൃക്ഷത്തണലായി മാറേണം. അടിയും തടയും വഴിയാക്കി ലക്ഷ്യക്കതിരൊളി നേടേണം. എന്നാളും തളരാതെ എന്നാളും തളരാതെ നാം ഉയരും നാടാകെ സിംഹം പോൽ പോരാടുന്ന ഈ ജന്മം നാടിതിന്ന. സത്യം മറഞ്ഞ മണ്ണിൽ സർവം ഉടച്ചു വാർക്കാൻ തിരയായി ഉണർന്നു പുണർന്ന് തണലായി വളർന്ന്. പോരാട്ടം തുടങ്ങി വച്ചേ വാടാ മുന്നിൽ അഗ്നിച്ചിറകായി പറന്നിടുവാൻ വാടാ മുന്നിൽ. നേരിൻ ഫലത്തിൽ അടവുകൾ പയറ്റി കടലായി ഇരമ്പി ഈ ഉലകിനെ മെരുക്കി. സത്യം മറഞ്ഞ മണ്ണിൽ സർവം ഉടച്ചു വാർക്കാൻ തിരയായി ഉണർന്നു പുണർന്ന് തണലായി വളർന്ന്. എടാ ഇന്ദ്ര, എന്താടാ ഇത്? ആരത് ചെയ്തത്? KLNസിന്റെ ആൾക്കാർ ആശാനെ. അവന്മാരുടെ അടുത്ത് നീ എങ്ങനെയാടാ വിട്ടുപോയത്? ആശാനെ എന്താടാ ഇതൊക്കെ? സൂക്ഷിക്കണ്ടല്ലടാ. ഒന്നും പറ്റില്ലല്ലോ. എനിക്കൊന്നും പറ്റില്ലടാ. വാ, ഇനി നിങ്ങൾക്ക് വേറെ യാതൊരു ചിന്തയുണ്ടാവാൻ പാടില്ല. മത്സരത്തിൽ വിജയിക്കുന്നത് മാത്രമായിരിക്കണം നിങ്ങളുടെ ചിന്ത. ശരി, നിങ്ങൾക്ക് ഓരോരുത്തർക്കുള്ള കഴിവുകളൊക്കെ ഒന്ന് പറഞ്ഞേ. ഹേയ് ഹേയ്, എന്തിനാ നിങ്ങൾ ചിരിക്കുന്നത്? സംസാരിക്കാൻ അറിയാവുന്ന നിങ്ങളോ മിണ്ടുന്നില്ല.
അവനെന്തോ പറയാൻ ശ്രമിക്കാം, നമുക്കതൊന്ന് കേൾക്കാം. നീ പറ. എന്താ അവൻ പറയുന്നേ? ആശാനെ, അവന്റെ ഊമക്കഥ പറയാൻ പോകുന്നത്. അത് ഞാൻ പറയാം. ഒരു നാട്ടില് ഒരു റാണിപ്രാവ് ഉണ്ടായിരുന്നു. അത് അടുത്ത നാട്ടില് ഒരു രാജാപ്രാവിനെ പ്രേമിച്ചു. ഇതറിഞ്ഞ റാണിപ്രാവിന്റെ നാട്ടുകാര് ജാതിവെറിയില് ആ പ്രാവിനെ മൊട്ടയടിച്ച് വൃത്തികേടാക്കി അതിന് നാക്കെ അറുത്ത് കളഞ്ഞു. ആശാനെ, ഞാൻ നന്നായിട്ട് പാട്ട് പാടും. ആശാനെ, ഞാൻ നന്നായിട്ട് ഡാൻസ് കളിക്കും. ഞാൻ നന്നായിട്ട് വടി കറക്കും. ഞാൻ നന്നായിട്ട് മരം കയറും ആശാനെ. ഞാൻ നല്ല കബഡി കളിക്കും ആശാനെ. ഞാൻ നന്നായിട്ട് ഓടും ആശാനെ. ഞാൻ നല്ല കവിത എഴുതും. ഞാൻ തലൂത്തി കിടക്കും. ഞാൻ നന്നായിട്ട് കുസ്തി പിടിക്കും ആശാനെ. എത്ര കിട്ടിയാലും ഞാൻ നന്നായിട്ട് കഴിക്കും ആശാനെ. അതിനെ കണ്ടാലേ അറിയാം. ശരി, നീ പാട്. அதோ அந்த பறவை போல வாழ வேண்டும், இதோ இந்த அலைகள் போல ஆட வேண்டும். ஒரே வானிலே ஒரே மண்ணிலே ஒரே கீதம், ஒருமை கீதம் பாடுவோம். കൊള്ളാം കൊള്ളാം, നന്നായിട്ടുണ്ട്. വാ കഴിക്കാം. അപ്പോ ആ ആശാനെ നമ്മളെന്താ ചെയ്യേണ്ടത്? ഇതുപോലുള്ള അടിമകളെ രക്ഷിക്കാൻ ചെഗുവേരെ പോലെ മണ്ടേലെ പോലെ ഓരോരുത്തർ വന്നുകൊണ്ടേയിരിക്കും. നമ്മളവരെ കൊന്നുകൊണ്ടേയിരിക്കും. ആശാനെ കൊല്ലണം. ഞാൻ കൊല്ലപ്പെട്ടിട്ടില്ല, വിതയ്ക്കപ്പെടുകയാണ് ചെയ്തത്. വീണ്ടും 10 മുളയ്ക്കും, അത് 100 വരും. ഇത് സത്യം. ഞങ്ങൾക്ക് ധൈര്യം പകർന്ന ഞങ്ങളുടെ ആശാന്റെ മരണത്തിന് ശേഷം ജീവനെ ഭയന്ന് ഞങ്ങളെല്ലാം അടിമയായിപ്പോയി. നീ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും. നീ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും. ഞാൻ കൊല്ലപ്പെട്ടിട്ടില്ല, വിതയ്ക്കപ്പെടുകയാണ് ചെയ്തത്. വീണ്ടും 10 മുളയ്ക്കും, അത് 100 വരും. ഇത് സത്യം. ബേബി, വൈ ഫീലിംഗ്? നോ ഫീലിംഗ്. കൂൾ ഡൗൺ. നീയല്ലേ പറഞ്ഞ തോക്കെടുത്ത് വെടിപൊട്ടിക്കണമെന്ന്? പോരാടി വിജയിച്ചു കാണിക്ക്. എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കിക്കോ, മരണം അത് എപ്പോ വേണമെങ്കിലും വരാം. അത് വരുമെന്ന് കരുതി തന്നെ ഇരിക്കണം. അപ്പോഴേ നമുക്ക് വിജയിക്കാൻ പറ്റൂ. നമ്മുടെ നാട്ടിലെ പോലെ അടുത്ത നാട്ടിലും കടയില്ല. നമ്മളായിട്ട് കട കൊണ്ടുവന്ന് അവരായിട്ട് ലഹള ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാ. ഓൺലൈനിൽ ബുക്ക് ചെയ്താൽ സാധനം വീട്ടിലെത്തുമല്ലോ. എന്താ അതുപോലെ? കൊണ്ടുവന്ന് തരുന്നത് വിഷമാണെങ്കിൽ തിന്നിട്ട് ചത്തുപോട്ടെന്ന് പറയോ? പലചരക്ക് കടയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എന്താന്ന് വെച്ചാൽ വാങ്ങിക്കാൻ പറ്റും. എന്ന് ഓൺലൈൻ മാർക്കറ്റില് അവിടെ എന്താ ഉള്ളത് അത് വാങ്ങേണ്ടി വരും. ഡോക്ടർ, പലചരക്കട എങ്ങനെയും തുടങ്ങാം. അതിനുവേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ മാർക്കറ്റിൽ പോയി എങ്ങനെ കൊണ്ടുവരും? ഗുഡ് ക്വസ്റ്റ്യൻ ഡോക്ടർ. പലചരക്കട ഹൗ ഇസ് പോസിബിൾ? പോസിബിൾ ആക്കാം. ആ കുട്ടി ഡോക്ടറാ. ആ കുട്ടിക്ക് എങ്ങനെ പലവ്യഞ്ജനക്കട കൊണ്ടുവരാൻ പറ്റും? കൊണ്ടുവന്ന കോർപ്പറേറ്റ് കമ്പനിക്കാർ സമ്മതിക്കോ? ഡോക്ടർ പറഞ്ഞ ശരിയല്ലേ? നമ്മൾ എത്ര നാളായി പാക്കറ്റ് മേടിച്ചോണ്ടിരിക്കുന്നത്? വീണ്ടും പലചരക്കട തുടങ്ങി എവിടെ വെട്ടും കുത്തും നടക്കാതെ കാക്കണേ ഭഗവാനെ. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്നാ ഇവിടെ ഉള്ള ആരുടെയും തല പോകരുത്. അവന്മാരുടെ തലയായിരിക്കണം പോകേണ്ടത്, കേട്ടാ? ആംബുലൻസ് വരുന്ന കണ്ടില്ലേ? നിർത്താൻ പറ.
എവിടുന്നാടാ വരുന്നത്? സാർ ഉള്ളിൽ എന്താടാ? ഡിക്കി തുറക്കടാ നോക്കട്ടെ. സാർ ഒന്നുമില്ല സാർ. ഡോ കൂടെ ചെന്ന് എന്താന്ന് നോക്കിയേ. സാർ ഒന്നുമില്ല സാർ അകത്ത്. തുറക്കടാ മര്യാദക്ക്. സാറേ അകത്ത് പലരും കാണല്ലോ. അടിച്ചില്ല. എന്താടാ ഇത്? അടക്കേ സൈഡിലോട്ട് മാറ്റിയിട്. ഓക്കെ സാർ. വണ്ടി പലചരക്ക് സാധനം കയറ്റിക്കൊണ്ട് പോകുന്നതാ. നിനക്കുള്ള ഞാൻ തരാടാ. വണ്ടി എടുത്തോണ്ട് വാ. പെട്ടെന്ന് വാ. അപകടത്തിൽപ്പെട്ട ആൾക്കാരെ കൊണ്ടുവരുന്നതിന് പകരം പലവ്യഞ്ജനം കയറ്റിക്കൊണ്ട് വരുന്നു അവൻ്റെ. താൻ സ്റ്റേഷനിലേക്ക് പോക്കോ. എടോ ജീപ്പ് എടുത്തോണ്ട് വാ. സാർ വാക്കിങ്ങിന് പോയപ്പോ ബൈക്കിൽ വന്ന് മാല വലിച്ചു പിടിച്ചോണ്ട് പോയി സാർ. എങ്ങനെയെങ്കിലും സാർ അത് കണ്ടുപിടിച്ച് തരണം. എന്റെ അമ്മ ആഗ്രഹിച്ചു വാങ്ങിച്ചു തന്നതാ. നിർത്ത്. ഏതേരിയ? രാജാജി നഗർ സാർ. അതെ, ആരെ കാണാനാ? ഇൻസ്പെക്ടറെ കാണണം. എന്നാ കാര്യം? ആംബുലൻസിന്റെ കാര്യത്തിനാ. ഇടുപ്പ് കൊള്ളാം. ആ അതോട്ട് ചെല്ലേ. ഇൻസ്പെക്ടറെ കാണണം. ഇരിക്ക്. എന്താ വേണ്ടേ? ഞാൻ ഡോക്ടർ. ആംബുലൻസ് കേസ്. ഓ നീയാണോ? ആംബുലൻസിൽ പലവ്യഞ്ജനം കടത്തുന്നോ? നിന്റെ അപ്പം വാങ്ങിക്കൊടുത്താണോ? അല്ല, നിങ്ങളുടെ അപ്പം വാങ്ങിക്കൊടുത്താണോ? കല്യാണത്തിന് അമ്മ എന്താടാ? സാർ സ്വർണം കാണാതെ പോയി കംപ്ലൈന്റ് ചെയ്യാൻ വന്നതിന് എന്നെ എന്തിനാ അടിക്കുന്നത്? പെണ്ണും പിള്ളേനെ സ്വർണ്ണം ഇട്ട് നാട് മുഴുവൻ കറങ്ങി നടത്തിയിട്ട് സ്വർണം കാണുന്നില്ലെന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കുന്ന അടിച്ചെന്റെ കാരണം പോയിക്കും. പെണ്ണും പിള്ളേരെ സ്വർണം പോകാതിരിക്കണമെങ്കിൽ അലമാരി വെച്ച് പൂട്ടിക്കണം. കോൺസ്റ്റബിൾ സാർ, ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കൊടുത്തു വിടറോ? വേണ്ട സാർ, എനിക്ക് എന്റെ മാല തന്നെ വേണം. കിട്ടുന്നതുകൊണ്ട് വിട്ടോണം, ഇല്ല കൊന്നോളാം ഞാൻ. SI സാർ എന്തിനാണോ സ്ത്രീ ഇങ്ങനെ ഇട്ട് പൊരിക്കണേ? സർക്കാർ ഡോക്ടർ എന്ന അഹങ്കാരം നിനക്ക്. ഇങ്ങോട്ട് നോക്ക്. വേണമെങ്കിൽ പറ, ഓൺലൈൻകാരോട് പറഞ്ഞൊരു പെട്ടിക്കടയിട്ട് തരാൻ നിനക്ക്. അതിനു വേണ്ടിയാണ് ആംബുലൻസ് പിടിച്ചു വെച്ചത്. അതിന് നിങ്ങൾക്ക് ആരെ റൈറ്റ്സ് തന്നെ? കണ്ട സ്ഥലത്തൊക്കെ കൈ നീട്ടുന്ന പോലെ ഇങ്ങോട്ട് ചൊറിയാൻ വന്നേക്കരുത്. അതുപോലെ നീ നടന്നോണം. ഡോക്ടർ പണി ചെയ്യാൻ വന്നാൽ അത് ചെയ്താൽ മതി. അത് വിട്ടിട്ട് കട വെക്കണം മാങ്ങ വിൽക്കണം എന്ന് പറഞ്ഞാൽ കൊന്നുകളയും നിന്നെ. അതിന് നിങ്ങൾക്ക് എന്താ പ്രോബ്ലം? പ്രശ്നം എനിക്കല്ല, നിനക്ക് തന്നെയാ. എനിക്ക് എന്റെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആംബുലൻസ് വിട്ടുകൊടുക്ക. ഡിപ്പാർട്ട്മെന്റോ? നിന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നിന്നെ ഡിസ്മിസ് ചെയ്യുന്ന കാണണോ? അതല്ലാതെ നിങ്ങളെ കൊണ്ട് വേറെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ചുണയുണ്ടെങ്കിൽ അത് ചെയ്യ്. കൈ നീട്ടി കാശ് വാങ്ങിച്ചിട്ടില്ലേ? ചിലപ്പോ യൂണിഫോം തന്നെ അഴിക്കേണ്ടി വരും. ഞാൻ ആംബുലൻസ് എടുത്തോണ്ട് പോവാ. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്യ്. ഡ്രൈവർ വാ. സോ പുലിയൂർ ഗ്രാമത്തിന് പലചരക്കട അതെ വേണം. സർ. ആ സ്ഥലം റെഡ് മാർക്കിലാന്നറിയില്ലേ? അറിയാം സർ. റെഡ് മാർക്ക് എന്നാൽ പുലിയൂർ ഗ്രാമത്തിന് ആപത്താണ്. അതെങ്ങനെ പറയാൻ പറ്റും? ചന്തപ്പെട്ട ഗ്രാമത്തില് ഒരു ജാതിക്കാരെ മാത്രം അടിച്ചമർത്തി വെച്ചേക്കുവാ. എന്നാൽ ഇവിടെ ഒട്ടുമിക്ക ജാതിക്കാരെയും അടിച്ചമർത്തി വെച്ചേക്കുവാ. അതുകൊണ്ട് ജാതി വ്യവസ്ഥ ഇല്ലാതാക്കാൻ പറ്റുമോ? ജാതി വ്യവസ്ഥ മാറ്റണ്ട സർ. ജാതിയിലുള്ള തരംതിരിവുകൾ മാറ്റാൻ പറ്റില്ലേ? ഒരു സാധാരണ പലചരക്കട ജാതിയായിട്ട് ബന്ധപ്പെടുത്തുന്നത് എന്തിനാ? ഇത് സാധാരണ പലചരക്ക് കടയല്ല സർ. ഇന്ത്യൻ ഗ്രാമങ്ങളുടെ ബാക്ക് ബോൺ ആണ്. പലചരക്ക് കടക്കാർക്ക് മാത്രമേ അറിയൂ നാട്ടുകാർക്ക് എന്തൊക്കെയാ വേണ്ടേ, എന്തൊക്കെ ഇഷ്ടം എന്നൊക്കെ. അതുകൊണ്ടാണ് പുലിയൂർ ഗ്രാമത്തിലുള്ളവർ ഓൺലൈൻ ഫുഡ്സ്, പാക്കേജ് ഫുഡ്സ് ഇവയൊക്കെ എതിർക്കുന്നത്. അത് മാത്രമല്ല, ഇതുകൊണ്ട് ഷുഗർ, ക്യാൻസർ എന്നിവയല്ലാതെ പേരറിയാത്ത ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട്. ശരി, നിങ്ങൾ ഈ പറയുന്ന രോഗങ്ങളെല്ലാം ഓൾറെഡി എല്ലാ നാട്ടിലും ഉണ്ട്. ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് സാർ ആ ഗ്രാമത്തിലുള്ളവർ പലചരക്ക് കട വേണമെന്ന് പറയുന്നത്. അമ്മയുടെ മുലപ്പാല് ചുരുന്ന കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ ചീത്തയാവാൻ തുടങ്ങുന്നു. എന്നാൽ ഇവിടെ 6 മാസമായിട്ടും ചീത്തയാവാത്ത പശുവിൻ പാൽ വിൽക്കുന്നു. അതിനല്ലേ മാഡം ഈ ഫ്രിഡ്ജൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഫ്രിഡ്ജിൽ ശവങ്ങൾ വെക്കാൻ പറ്റും സാർ, പക്ഷെ ജീവനുള്ള മനുഷ്യന് വെക്കാൻ പറ്റുമോ? ഇങ്ങനെ ജീവനുള്ള എന്ത് വെച്ചാലും ചത്തുപോകും സാർ. നിങ്ങൾ പറയുന്നതൊക്കെ ശരി തന്നെ. പക്ഷേ ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നിയമങ്ങളൊക്കെ പ്രാബല്യത്തിൽ വരുന്ന സമയത്ത് മന്ത്രിമാർ ഒപ്പിട്ട് കൊടുക്കേണ്ട സമയത്ത് ആലോചിക്കണമായിരുന്നു. അന്ന് 10 പേര് എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ 90 പേരും അതിനെ അനുകൂലിച്ച് സംസാരിച്ചു. എന്തിന്? നാട്ടുകാർ മുഴുവൻ അതിനൊപ്പം നിന്നു. ഇപ്പോഴാ അറിയുന്നത് തെറ്റേതാണ് ശരി ഏതാണെന്ന്. ഇത് മാറണം സർ.
നീ എന്താ തീവ്രവാദിയാണോ അതോ ഭരണകൂടത്തിനെതിരെ പ്രവർത്തിക്കുന്ന നക്സലോ? മാറ്റണമെന്ന് വിചാരിച്ച ഈ രാഷ്ട്രീയക്കാര് ഒന്നിനും സമ്മതിക്കത്തില്ല. ഇത് മാറ്റിയാൽ വരും കാല തലമുറ നിങ്ങളെ വാഴ്ത്തും സർ. നമ്മളോ വിഷമാണ് കഴിക്കുന്നത്. വരുംകാല തലമുറയെങ്കിലും നല്ല ഭക്ഷണം കഴിക്കട്ടെ സർ. പലചരക്കട തുടങ്ങാൻ ഉത്തരവ് കൊടുക്കൂ സർ. ഉറപ്പായിട്ടും. എന്നാൽ ഇതെല്ലാം ഇന്ന് തന്നെ സൈൻ ചെയ്ത് നാളെ കട വെച്ചിട്ട് മറ്റന്നാൾ മാറ്റാൻ പറ്റുന്ന കാര്യമല്ല. നേരത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആ നാട്ടില് ഒരു കൊലപാതകം നടന്നിരുന്നു. നിനക്കും ഇതുപോലെ ആപത്ത് സംഭവിക്കാം. അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ നീ നാട്ടുകാരെ എല്ലാം സംഘടിപ്പിച്ചിട്ട് അവർക്ക് നല്ലതേതാണ് ചീത്ത ഏതാണെന്ന് മനസ്സിലാക്കിച്ച് പോരാടണം. അതിന് തീർച്ചയായിട്ടും എൻ്റെ സപ്പോർട്ടുണ്ട്. അത് കളക്ടറായിട്ടല്ല. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. വളരെ നന്ദി സർ. ഒരു ഗ്രാമത്തിന് പ്രധാനം പലചരക്ക് കടയാ. ഏതോർത്തും വന്നവിടെ കച്ചവടം ചെയ്യാൻ പറ്റില്ലെന്ന് പറയാൻ അവനൊക്കെ ആരാ? നമ്മുടെ പ്രതിഷേധം ഇരമ്പണം. ഈ മണ്ണിൽ പിറന്നവര് മണ്ണിന് വേണ്ടി ജീവിക്കണം. അത് വിട്ടിട്ട് മണ്ണോട് മണ്ണായി ചേരരുത്. നാടുണർന്ന് നഗരമുണർന്നേ നാടിൻ മക്കൾ നമ്മൾ ഉണർന്നേ ഈ ഉലകിൽ തിന്മകൾ നീക്കാനൊന്നായി നമ്മൾ പോരാടേണം. നാടിന്റെ മഹിമയുണർത്താൻ ഒന്നിച്ചു നിൽക്കണം. പായുന്ന പുലിയായിന്ന് പോരാടി നിൽക്കണം. ആഹാരം മരുന്നാക്കിയിരുന്ന നമ്മൾ ഇപ്പോൾ മരുന്ന് ആഹാരമാക്കേണ്ട അവസ്ഥയാണ്. കുളത്തിലും മാറ്റിലും വളരുന്ന മീനുകൾ കടലിൽ ജീവിക്കില്ല, ചത്തുപോകും. അതുപോലെ നമ്മുടെ മണ്ണിൽ വിളഞ്ഞതാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യം. ഇതൊന്നും മനസ്സിലാക്കാതെ പോയി മോളെ. എല്ലാവർക്കും മനസ്സിലാകുന്ന പോലെയാണല്ലോ പറയണേ. മോക്ക് ഇതെങ്ങനെ അറിയാം? വായിക്കാൻ ആരംഭിച്ചാൽ അറിവുകളെല്ലാം താനെ വരും മുത്തശ്ശി. ഓൺലൈനെല്ലാം വാങ്ങും ശീലമതൊന്നും വേണ്ട. ഭക്ഷ്യവിഷത്താൽ നമ്മൾ മാറാരോഗികളായി മാറും. നാടിൻ വിളവെടുത്ത് ഭക്ഷ്യവിഷമലത്തി നന്മകൾ കൊയ്ത് കഴിഞ്ഞാലും വീട്ടിൽ പാചകവും ചെയ്തു മണ്ണിടത്തിൽ നല്ലൊരു ലോകം തീർത്താലോ. കണ്ണിൽ കണ്ടത് തിന്ന് രോഗികളാകും നമ്മൾ. കരളും കിഡ്നിയും എല്ലാം തകരില്ലേ? നമ്മുടെ കരളും കിഡ്നിയും എല്ലാം തകരില്ലേ? അതെ, ഈ ജോലിക്ക് പോണവരൊക്കെ സമരത്തിന് കൊണ്ടുപോണ എന്തിനാ? അതെ, സമരം ചെയ്യണം. ഇനി നമ്മൾ പോരാടിയില്ലെങ്കിൽ ഈ ഓൺലൈൻ കമ്പനിക്കാര് മലത്തെ പാക്കറ്റിലാക്കി തന്നാലും നമ്മളത് കഴിക്കേണ്ട അവസ്ഥയാണ്. അതെ, നീ പറയുന്നത് ശരിയാ. വലിയ കമ്പനിക്കാരല്ലേ ജോലി കൊടുത്തിരിക്കുന്നത്. അതും കളഞ്ഞ പിന്നെ വേറെ ജോലി എവിടെയാ? അവര് നിങ്ങൾക്ക് ജോലി തരും മുമ്പ് നിങ്ങൾ എന്താ പിച്ചെടുക്കുമായിരുന്നോ? പിച്ചെടുക്കുന്ന സ്ഥലമാണെന്ന് അറിയാലോ. നേതാവ് ചമയല്ലേ, അടിച്ചു കൊന്നുകളയും. നാടുണർന്ന് നഗരമുണർന്നേ നാടിൻ മക്കൾ നമ്മൾ ഉണർന്നേ ഈ ഉലകിൽ തിന്മകൾ നീക്കാനൊന്നായി നമ്മൾ പോരാടേണം. നാടിന്റെ മഹിമയുണർത്താൻ ഒന്നിച്ചു നിൽക്കണം. പായുന്ന പുലിയായിന്ന് പോരാടി നിൽക്കണം. വോട്ടിനു വേണ്ടി ഇവിടെ കാശുമുടക്കും കൂട്ടം. നമ്മെ ഭരിക്കും കാലം ചതിയുടെ മായ ലോകം. നമ്മുടെ കാർഷിക നാട്ടിൽ ഹരിത വസന്തം തീർക്കാൻ ഒരു മനമോടെ ഒരുമയോടെ ഒത്തൊരുമിക്കും സമയമിതാ. വരുത്തൻ കാട്ടിയ വഴിയെ കഴുതയെ പോലെ കഴിയാൻ സായിപ്പും മാറിവിടം വിട്ടില്ലേ? സായിപ്പും മാറിവിടം വിട്ടില്ലേ? ഒന്നട
ഒരു പെരുങ്കുഴിയിൽ വീണ ആനക്കുട്ടി അതിന്റെ പരിശ്രമം കൊണ്ട് കരക്ക് കയറി വന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ലേ? ചെറിയ അറിവുള്ള ആ ജീവി പോലും ഇങ്ങനെ പരിശ്രമിക്കുമ്പോ ഇത്രയും അറിവുള്ള നമ്മളൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കാമോ? നമ്മൾ എല്ലാവരും ചേർന്ന് പരിശ്രമിക്കണം, ഒരുമിച്ച് നിൽക്കണം. എല്ലാ സ്ഥലത്തും പോയി സമരത്തിന് ആൾക്കാരെ കൂട്ടുമോളെ. ഈ നല്ല കാര്യത്തിന് നാടേ കൂടെ നിൽക്കും. സ്വന്തം നാട്ടില് അരാജകത്വം ഉണ്ടാക്കുന്നവന്മാരെയും അതിന് കൂട്ടു നിൽക്കുന്ന മന്ത്രിമാരെയും വെട്ടിക്കൊല്ലുക വേണ്ടത്. നിയമത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച അരമണിക്കൂറിനുള്ളിൽ നമ്മളെ കളയ്ക്കും. അതിനുശേഷം ഒരു 50 വർഷത്തേക്കെങ്കിലും സമരം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കാവും. ഇവിടെ ഒന്നേ ചെയ്യാനുള്ളൂ, അഹിംസാ പോരാട്ടം. അക്രമമില്ലാതെ സമരം ചെയ്യാനേ അവരാരും ഗാന്ധിയൊന്നുമല്ല. അവര് ഗാന്ധി ആയില്ലെങ്കിൽ എന്താ, നിങ്ങൾ ഗാന്ധിയായിട്ട് മാറ്. ജന്മഭൂമി ഭാരതം ഭാരതം, കർമ്മഭൂമി ഭാരതം ഭാരതം, ജന്മഭൂമി ഭാരതം കർമ്മഭൂമി ഭാരതം, നന്മ വിളയുമാർത്ത ജ്ഞാനധർമ്മധരണി ഭാരതം. ജന്മഭൂമി ഭാരതം കർമ്മഭൂമി ഭാരതം, നന്മ വിളയുമാർത്ത ജ്ഞാനധർമ്മധരണി ഭാരതം. ഈ വിശിഷ്ട ഭൂമി തന്റെ മണ്ണിൽ നിന്നു നാം എടുത്തു പൂവണിഞ്ഞു പൊന്തി വന്ന ബോധവും സംസ്കാരവും പണ്ടു 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 തന്നെ പാടി ലോകം കേൾക്കുവാൻ പാരിതാകെ ഏകമാം കുടുംബമെന്ന പല്ലവി. ജന്മഭൂമി ഭാരതം കർമ്മഭൂമി ഭാരതം, ഭാരതം ഭാരതം ഭാരതം. വസുധൈക കുടുംബകം. ഓൺലൈൻ മാർക്കറ്റ് വന്നപ്പോ എല്ലാ സാധനങ്ങളും ഒരിടത്ത് നിന്ന് കിട്ടുമെന്ന് നമ്മൾ സന്തോഷിച്ചു. നമ്മുടെ നാട്ടിലെ സാധനങ്ങളെല്ലാം തന്നെ വിലക്കിയിട്ട് വിദേശത്ത് നിന്നും ഇവിടെ വരുന്ന സാധനങ്ങളെല്ലാം വാങ്ങി കഴിക്കേണ്ടി വരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിലെ ഓരോരോ അവയവങ്ങളും നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻസ്പെക്ടർ, വെറും ഒരു പീറ പെണ്ണ് അവളുടെ മറ്റേടത്ത് സമരം ചെയ്യൽ. മനുഷ്യർ ഓരോ വിഷവും മണ്ണിൽ കലർത്തി മണ്ണിലെ കൊന്നൊടുക്കി. മണ്ണിലെ ചാകുമ്പോ പറഞ്ഞു ഞാൻ ആദ്യം പോകാം, നിങ്ങളെല്ലാം പിന്നാലെ പോരൂന്ന്. അതും മനുഷ്യനെ നോക്കി. അടിമകൾ അടിമകളായി തന്നെ ഇരിക്കണം, അതാണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് സേഫ്. സാറേ, ഞങ്ങൾ ഡ്യൂട്ടിയിലാണെങ്കിലും ശരി റിട്ടയർഡ് ആയാലും ശരി നിങ്ങളാണ് കാശ് തന്ന് ഞങ്ങളെ നോക്കുന്നത്. അത്രയ്ക്ക് പെർഫെക്റ്റാണ് ഞങ്ങൾ. ഒരു കാര്യം ചെയ്യും, ഇവര് അടിക്കടി ഡീലിങ്സ് ഒക്കെ മാറ്റിക്കൊണ്ടിരിക്കുക. നിങ്ങൾ തരുന്നത് മൊത്തം ഡോളറാക്കി തരികയാണെങ്കിൽ ഇപ്പോഴത്തെ സാമ്രാജ്യം വലിയ ലെവലിലാക്കി തരാം. ഒട്ടുമിക്ക മനുഷ്യരുടെ ശരീരത്തിലും ഒരു വൈദ്യനുണ്ട്. അവൻ നമ്മുടെ ശരീരത്തിൽ ഒരു രോഗം വരാതെ നോക്കുന്നു. ഇന്ന് ഓരോരുത്തർക്കും ഓരോ വൈദ്യന്മാരുണ്ട്. എന്നാൽ നമുക്ക് ഒരു രോഗവും മാറുന്നുമില്ല. അന്നത്തെ കാലത്ത് മോർച്ചറി എന്ന് പറയുന്ന സംഭവമേ ഇല്ല. ആടിനെ മേയ്ക്കുന്നവൻ ആടിനെ മേയ്ച്ചാൽ കാടില്ലാതെയാവില്ല. കൃഷി ചെയ്യുന്നവൻ കൃഷി ചെയ്താൽ പിന്നെ കൃഷി നശിക്കില്ല. മനുഷ്യന് കാവലാളാവേണ്ടവൻ അത് ചെയ്തിരുന്നെങ്കിൽ കോർപ്പറേറ്റിലെ കള്ളന്മാർ ഇവിടെ കാല് കുത്തുമായിരുന്നോ? വാഴയിലയിൽ ആഹാരം കഴിച്ച പാരമ്പര്യമാണ് നമുക്ക്. പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞതെല്ലാം നല്ലതെന്ന് കരുതി, എന്നാൽ അത് വിഷമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. എല്ലാ ജനങ്ങളും ഒന്നായി ചേർന്ന് ഇതിനെതിരെ പോരാടണം. നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഹലോ സാറേ, ഈ പബ്ലിക്കിനൊക്കെ അടിച്ചു ഓടിക്കാം, പക്ഷെ ഈ മീഡിയക്കാരെ ശല്യം സഹിക്കാൻ പറ്റാത്തത്. ഒരുപാട് പേരുണ്ടോ? അതെ സാർ. ലേഡീസ് ഇല്ലേ? ലേഡീസ് ഇല്ലാതെ എന്ത് മീഡിയ? അടിച്ചു ഓടിക്കണോ? എവിടെയോ ഇരുന്നുകൊണ്ട് നമ്മൾ എന്ത് കഴിക്കണം, എന്ത് പഠിക്കണം, എന്ത് ജോലി ചെയ്യണം, ഏത് ദൈവത്തെ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയാൻ ഈ കോർപ്പറേറ്റ് കമ്പനി ആരാണ്? പറയൂ. ലോകത്തിലെ കച്ചവടങ്ങൾ, ആശുപത്രി, ഗതാഗതം ഇതെല്ലാം അവരുടെ കയ്യിലാണ്. ഇനി നമ്മുടെ ഗതി എന്താവും? പോലീസ് അധികാരം അവസാനിപ്പിക്കുക. പോലീസ് അധികാരം അവസാനിപ്പിക്കുക. പോലീസ് നീതി പാലിക്കുക. മാറിക്ക് സാറേ. ഇപ്പൊ എന്ത് ചെയ്യുന്നു? അവരെല്ലാം റോട്ടി കുത്തിരിക്കുക. ഇനി അവരായി അവരുടെ പാടായി വിട്ടേക്ക്. നമസ്കാരം നമസ്കാരം. അതാ വന്നു വന്നു ഇവിടെ 1008 പ്രശ്നങ്ങളുണ്ട്. സുഖാണോ എല്ലാവർക്കും? ഇങ്ങോട്ട് നോക്കിയേ, മാമൻ, അളിയൻ, മച്ചമ്പി, സഹോദരി എല്ലാരും ഉണ്ടല്ലോ. അതാ കണ്ടില്ലേ, എന്റെ പ്രിയ തോഴൻ ബായി ഉണ്ടല്ലോ. അല്ല, എന്റെ സഹോദരന്റെ മകൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അവൻ എവിടെ?
ദാ നിക്കുന്നു കണ്ടറിയില്ലല്ലേ നിങ്ങളുടെ ഓഫീസിൽ അച്ഛനും ഞാനും കയറി ഇറങ്ങി നടന്നതല്ലേ അപ്പൊ കണ്ടില്ല. ഒറ്റ അടി വെച്ചായിരുന്നു. നിന്റെ അച്ഛന് വേണ്ടി എന്തോ അത്ര ശ്രമിച്ചെന്നറിയോ? പുള്ളിക്ക് ഒരു ജോലി എടുത്തപ്പോ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അച്ഛന് പറ്റിയ ഒരു ജോലി പറയട്ടെ. ഓ നിന്റെ വായ നടക്ക എന്ത് ജോലിയാ നീ പറയാൻ പോണേ? അവിടെ ഹൈ റേഞ്ചിലെ ഒരു കള്ളവാറ്റ് തുടങ്ങിയാലോ? അയ്യോ എടാ മഹാഭാവി, കുടിക്കുന്ന കഞ്ഞില് പാറ്റടല്ലേ? ഞാൻ വൈറ്റായിട്ട് നടക്കുന്ന നിനക്ക് പിടിക്കില്ലല്ലേ? എങ്ങോട്ടൊക്കെ ആ ജോലി എങ്ങാണെന്ന് നീ ഇവിടെ പറഞ്ഞ നിന്നെ ചവിട്ട് കൂട്ടി ഞാൻ പണ്ടാരോടക്കി കളയും. ഞാൻ എന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി നിങ്ങളോടൊപ്പം ഞാൻ എപ്പോഴും ഉണ്ടാവും. ഇങ്ങോട്ടോക്ക് വായിലൊരുന്ന് കോതയ്ക്ക് പാട്ട്. ഞാൻ അങ്ങനെയൊന്നും പറയില്ല. നിങ്ങൾ സമരം നിർത്ത്, ഞാൻ പലചരക്കോടെ കൊണ്ടുവരാം. കൊണ്ടുവന്നില്ലെങ്കിലോ എന്നാ ഞാൻ കാണിച്ചു തരാം. ബ്യൂട്ടിഫുൾ യങ് ലേഡി 16 years old. 25 വർഷത്തിന് മുമ്പ് ഞാൻ അവളെ പ്രേമിച്ചടേ. അത് പഴയ കഥയുടെ. ഒന്ന് നീ നിന്ന് ഡാർലിംഗ്. ജനങ്ങളോടൊപ്പം ഉണ്ടാവും. ഇത്ര വർഷമായിട്ട് ഈ നാട്ടിലെ കാറ്റ് ശ്വസിച്ച് കഴിഞ്ഞവനാ ഞാൻ. ഈ നാട്ടിലെ വെള്ളം കുടിച്ചു കഴിഞ്ഞവനാ. പിന്നെ നിങ്ങളോടല്ലാതെ ഞാൻ ആരോടൊപ്പം നിൽക്കണ്ടേ? കാണാം. ആര് വന്നാലും ശരി ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. ഞാൻ സേമിന് ഒരു ഫോൺ ചെയ്തിട്ട് വരട്ടെ. കളക്ടർ വന്ന് എനിക്ക് എന്ത് കാര്യം? വെള്ള കുപ്പായിട്ട് നിന്നിട്ട് ഒരു കാര്യമില്ല. സമാധാനത്തിന്റെ പാതയിൽ സമരം ചെയ്യൂ. അധികാരം കയ്യിലെടുക്കുന്ന രീതിയിൽ ഒരിക്കലും പ്രവർത്തിക്കരുത്. കൂട്ടത്തിൽ വെളിയിൽ നിന്നുള്ള ആൾക്കാർ കയറിയെന്നറിഞ്ഞു, അതൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. എന്തായാലും സർക്കാർ നിങ്ങളോടൊപ്പം ഉണ്ട്. സർക്കാർ ഞങ്ങളോടൊപ്പം എന്ന് പറയുന്നു, സാറും ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന് പറയുന്നു, വലിയ വലിയ നേതാക്കന്മാരും ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന് പറയുന്നു. അപ്പോ പിന്നെ ആരാണ് സാർ ഞങ്ങൾക്ക് എതിരായിട്ടുള്ളത്? ഒരു വരണാധികാരിക്ക് ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി തരാൻ കഴിയില്ല. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാ, ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. സാർ വിട്ട ഒരു വർഷം ഒരു സമരം ചെയ്യും. സാറിന്റെ പെർമിഷൻ ആണെങ്കിൽ എല്ലാത്തിനും അടിച്ചോടിക്കാം. അവർ സമാധാനപരമായിട്ട് സമരം ചെയ്യുമ്പോൾ നിങ്ങൾ ഇടയ്ക്കേറി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ മതി. ബി അലർട്ട്. വെച്ചിട്ടുണ്ടോ നിനക്കൊക്കെ? എല്ലാവരും സമരം അവസാനിപ്പിച്ച് ഇവിടുന്ന് പോകുന്നോ നല്ലത്. ലൈൻസുകാരോട് പറഞ്ഞ് കടയിടാനുള്ള ഏർപ്പാട് ചെയ്തു തരാം. ഞങ്ങളെ പറ്റിക്കുന്ന വേലയൊന്നും ഇറക്കാൻ നോക്കണ്ട, മര്യാദയ്ക്ക് പൊയ്ക്കോ. നിങ്ങൾ കളിക്കാൻ തുടങ്ങിയ എന്റെ കളി ഞാനങ്ങ് മാറ്റിപ്പിടിക്കും. രാഷ്ട്രീയവും സ്വാധീനവും ലൈൻസിനുണ്ടെന്ന അഹങ്കാരത്തിൽ സംസാരിക്കരുത് സാർ. രാഷ്ട്രീയവും സ്വാധീനവും ലൈൻസിനുണ്ടെന്ന് എനിക്കറിയാലേ. അടങ്ങിയിരുന്നോണെല്ലാം. ഓരോ യുഗത്തിലും ജനങ്ങളെ സംരക്ഷിക്കാൻ ദൈവങ്ങൾ പിറവിയെടുക്കും. ആ ദൈവം ആരാണ്? നമ്മുടെ നാടിന്റെ നടുവിലിരിക്കുന്ന ദേവിയാണ്. ആ ദേവിയാണ് നല്ല നേതാവിനെ സൃഷ്ടിച്ച് ഈ ഭൂമിയെ രക്ഷിക്കുന്നത്. ഇത് സത്യം. സാർ പിച്ചക്കാരടിമ നായ്ക്കൾ. ഒത്തീർപ്പായില്ലല്ലേ? ഒത്തീർപ്പായില്ല, കുത്തിയിരുന്ന് സമരം ചെയ്യുക. എനിക്ക് ഫോറിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് കോൾ വന്ന് പ്രഷർ കൂടിക്കൊണ്ടിരിക്കുകയാണോ? സാർ തുടക്കത്തിൽ അലമ്പുണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു. സാർ പറ എന്താ ചെയ്യേണ്ടതെന്ന്. പെർഫെക്റ്റ് ടൈം നോക്കി ലാത്ത് ചാർജ് നടത്ത. ഓക്കെ സാർ. ഇദ്ദേഹം സർക്കാർ ജോലി വിട്ടിട്ടാണ് ഈ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ ന്യൂസ് ടിവിന്നാ വരുന്നത്. മേഡത്തിന്റെ തനിച്ചൊരു ഇന്റർവ്യൂ എടുക്കണം. ഒന്ന് വരാമോ? പോയിട്ട് വന്നോളെ, പോയി സംസാരിച്ചിട്ട്. നമ്മൾ പൊരുതിയേ മതിയാവും. നമ്മുടെ നാട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സത്യം മനസ്സിലാക്കണം. നമ്മുടെ മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി ഒത്തൊരുമിക്കാം നമുക്ക്. അകത്തോട്ട് പൊക്കോ. ആ ഡോക്ടർ വരണം. നാട്ടുകാരെ കൂട്ടി സമരം ചെയ്യല്ലേ? നാട്ടുകാരെ നടുക്കാ ഞാൻ. ദാറ്റ് ഈസ് ലൈൻസ്. എന്താടാ ഇത്? ബിരിയാണി സാറേ. ഇവിടെ സമരം ചെയ്യുന്നവർ 4 പേരിരുന്ന് സമരം ചെയ്താൽ മതി. ഉടനെ ബിരിയാണിയും പൊക്കി പിടിച്ചോണ്ട് ഇങ്ങോട്ട് വരും. പിന്നാലെ ഓരോരുത്തരും അതും ഇതൊന്നും പറഞ്ഞ് വന്നോളും. നിങ്ങളെല്ലാം കൂടെ കൂട്ടം കൂടി കഴിഞ്ഞാലേ കൺട്രോൾ ചെയ്യേണ്ടത് ഞങ്ങളുടെ പണിയാം. എടുത്തോണ്ട് പോടാ. അതൊന്നും പൊക്കി പിടിച്ചോണ്ട് വന്നേക്കുക. നമ്മൾ ഭയപ്പെടരുത്. നമ്മളെ ആക്രമിക്കുന്നതിന് മുമ്പ് സർവ്വശക്തിയും ഉപയോഗിച്ച് നമ്മൾ അവരെ നേരിടണം. പോലീസുകാരെ നമ്മൾ മൈക്കിലാരാ സംസാരിക്കുന്നറിയോ? എന്റെ ആളാ. ബായിയുടെ വേഷത്തിൽ ബിരിയാണി കൊണ്ടുവന്നതും എന്റെ ആളുകളാ. പ്രവർത്തിക്കേണ്ട സമയമാണിത്. നിങ്ങളെ തല്ലിച്ചതച്ച പോലീസുകാരെ നേരിടാനുള്ള അവസരമാണിത്. ആരും ഭയപ്പെടരുത്. ധൈര്യമായിട്ട് നേരിടൂ. ഒറ്റക്കെട്ടായി പോരാടൂ. അടിച്ചോടിക്കൂ ഈ പോലീസുകാരെ. എഴുന്നേക്കൂ.
കഥക് തുറക്ക്. വെളിയിൽ എന്താ നടക്കുന്നതെന്ന് പോയി കാണു ദ്വാരക. ഓ ഓടി. ഓ പിടിച്ച പട്ടി, നിന്റെ പണിക്ക് പോകാതെ സമരം ചെയ്യിപ്പിക്കുന്നു. വാടിയോടെ എടോ, നിങ്ങളെ കൊണ്ടാണ് ഈ നാട്ടിൽ ഈ പ്രശ്നമെല്ലാം. ഈ സമയത്തിന് എന്തിനാടോ സിനിമാ പാട്ടിട്ടത്? ഇതൊരു ഭക്തികാലമാണടാ. ഈ മണ്ണിന് വേണ്ടി പോരാടുന്ന എല്ലാവരും ദൈവങ്ങളാടാ. നിങ്ങളെപ്പോലുള്ള സാമൂഹികരുകളെ നാട്ടിൽ നിന്ന് ഓടിച്ചാലേ ഈ നാട് നന്നാവും. ഈ തൊപ്പിയല്ലേ നിന്റെ പ്രശ്നം? ഇത്രയും പ്രശ്നത്തിനിടയിലും വർഗീയത പറഞ്ഞ് തമ്മിലടിച്ചാൽ നമ്മുടെ ഭാവി തലമുറ നമ്മളെ കാറി തുപ്പൂടാ. ഞാൻ മാറിയതുപോലെ നീ മാറിയില്ലെങ്കിൽ ഈ നാടിന് തന്നെ ആപത്താടാ. മതം പറഞ്ഞ് നാട് നശിപ്പിക്കലടാ. ഇൻസ്പെക്ടർ, ഭരണം ഞങ്ങളുടെ കയ്യിലല്ലെങ്കിലും നിങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥരുള്ളിടത്തോളം കാലം ഈ നാട്ടിൽ ഒരു സമരവും വിജയിക്കില്ല. ഏതായാലും പറഞ്ഞ പോലെ തന്നെ ചെയ്തല്ലോ. ഗ്രേറ്റ്. സാറേ, സ്പീക്കർ ഫോണിലിട്. ഹലോ മിനിസ്റ്റർ, ഡോക്ടർ ദ്വാരക നിങ്ങളുടെ മകളല്ലേ? അതെ, അവൾ എൻ്റെ മകളാ. പറ്റി? അവിടെ എങ്ങനെ നിങ്ങൾക്കറിയാം? അതൊക്കെ അവിടെ നിൽക്കട്ടെ മിനിസ്റ്റർ. ഈ ലോകത്തിലൊന്നും ഞങ്ങളറിയാതെ നടക്കില്ല. നടക്കാത്തത് നടത്തിക്കും, വേണ്ടാത്തത് നശിപ്പിക്കും. അയ്യോ, അവിടെ ഒന്നും ചെയ്യരുതേ. വീട് മിനിസ്റ്റർ, ചിന്ന വീട്ടിലുണ്ടായ പെണ്ണല്ലേ? അയ്യോ, അത് ചിന്നിവിടുന്നല്ല, അവൾ എൻ്റെ ഭാര്യ. ദ്വാരക എൻ്റെ മോളാ, അവൾ എൻ്റെ രക്തമാ. നിങ്ങളുടെ രക്തമാണെങ്കിൽ പണം മേടിച്ചിട്ട് പിന്നീ നൂത്താൻ പാടില്ല, സമരം ചെയ്യാൻ പാടില്ലല്ലോ. ഞാനും ആരംഭകാലത്ത് സമൂഹത്തിന് വേണ്ടി പോരാട്ടങ്ങൾ നടത്തിയിരുന്ന ആളായിരുന്നു സാർ. ഇപ്പോഴാണ് ഇങ്ങനെയായത്. ഓ, അപ്പൊ ജീനിലുള്ളതാണല്ലേ? അയ്യോ, എൻ്റെ മോളോട് പ്രതികാരം ഒന്നും ചെയ്യില്ലേ സാർ. എൻ്റെ മോളിനി പോരാട്ടത്തിനൊന്നും പോകില്ല സാർ. നിങ്ങളുടെ മുതലാളിയുടെ അടുത്ത് എൻ്റെ മോളെ കൊണ്ട് ഞാൻ മാപ്പ് പറയിപ്പിക്കാം സാർ. ഞങ്ങളുടെ മേലെ 8 പേര്, അതിനു മേലെ 16 പേര്, അതിനു മേലെ 32, 64, അങ്ങനെ ഡബിളായി കൂടിക്കൊണ്ടേയിരിക്കും. മൊത്തം ഈ കമ്പനിയിൽ 1 ലക്ഷം ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അയ്യോ, നിങ്ങളുടെ മേലധികാരികളുടെ ആരുടെയെങ്കിലും നമ്പർ തരുമോ സാർ? നിങ്ങൾക്കും ഈ കെയർലൈൻസ് കോർപ്പറേറ്റ് കമ്പനിയിൽ 1 ലക്ഷം ഷെയർ അല്ലേ? അതെ. അപ്പോൾ ആ 1 ലക്ഷത്തിൽ ഒരാൾ നിങ്ങളാണ്. ഇപ്പൊ പറ, നിങ്ങളാരാ? അപ്പോൾ ഞാനും ഒരു മുതലാളി. എൻ്റെ മകളെ വിട്ടേക്ക്, ഇതെന്റെ ഓർഡർ. മിനിസ്റ്റർ, നിങ്ങളുടെ മകൾക്ക് കൊടുക്കുന്ന ശിക്ഷ കണ്ട് ഇനിയൊരു പെണ്ണും സമരത്തിന് ഇറങ്ങരുത്. അയ്യോ, മുഖ്യമന്ത്രിയെ കൊണ്ട് വേണമെങ്കിൽ പറയിപ്പിക്കാൻ ഞാൻ. വിട്ടേക്കണേ, എന്റെ മോളൊന്നും ചെയ്യല്ലേ. ഏത് തമ്പുരാമെന്ന് പറഞ്ഞാലും ഞങ്ങളത് കേൾക്കില്ല മിനിസ്റ്റർ. അങ്ങനെയൊന്നും പറയല്ലേ എന്നോട്. ഹലോ, എന്റെ മോളെ നിങ്ങളൊന്നും ചെയ്യരുത്. നാട് തന്നെ കോർപ്പറേറ്റ് കമ്പനിയുടെ കടക്കാരാ. ഇതിന് നിന്റെ അപ്പം മുതലാളിയാണ്. ദയവേത് എന്റെ മോളെ ഒന്നും ചെയ്യരുത്. ഹലോ, കട്ട് ചെയ്തല്ലേ? മോക്ക് എന്ത് പറ്റി? എന്ത് ചെയ്യും? അയ്യോ, ഡോക്ടർ ദ്വാരക MBBS ഡോക്ടർ ആവാൻ പഠിച്ച് ഓപ്പറേഷൻ ചെയ്യാൻ പഠിച്ച് 10 കാശുണ്ടാക്കാൻ പഠിക്കാത്ത കേവലം ഒരു പെണ്ണ് മാത്രമടി നീ കെയർലൈൻസിനെതിരെ സമരം നടത്തുന്നോടി. സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാതെ ഇങ്ങോട്ട് എന്തിനാണ് എന്നെ കൊണ്ടുവന്നേ? അത് സാധാരണ പെണ്ണുങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന സ്ഥലം. നീ ഭരണകൂടത്തിനെതിരെ സമരം നടത്തുന്ന പോരാളിയല്ലേ? സർക്കാരിന്റെ ശമ്പളം മേടിച്ചിട്ട് കെയർലൈൻസിന്റെ അടിമപ്പണി ചെയ്യുവാണോ? അതേടി, കെയർലൈൻസിന് അടിമപ്പണി ചെയ്യുന്ന ഞങ്ങളാടി. സർക്കാർ നിലനിൽക്കുന്നതന്നെ അവരുള്ളതുകൊണ്ടാടി. കഥ അറിയാതെ ആട്ടാടുന്നോട് തേവിടിച്ചി. നീ എത്രയൊക്കെ ചീന്ന് പറഞ്ഞാലും തൂന്നു തുപ്പിയാലും എനിക്ക് പിടിച്ചത് നിന്റെ ഇടുപ്പാണടി മോളെ.
എനിക്ക് മാത്രമല്ലടി ഈ നാട്ടിലെ പയ്യന്മാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ അവന്മാര് സമരം എന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്നത്. താഴെ തുണി എടുക്കുന്നതാണോ നിന്റെയൊക്കെ രോഗത്തിന് കാരണം? ഇതിൽ എന്ത് സെക്സ് ആണ് നീയൊക്കെ കാണുന്നേ? അത് കാണാതെ ഇത് കാണാതെ പിന്നെ ഞാൻ എന്താടി കാണണ്ടേ? ഞാനൊരു തീരുമാനം എടുത്തിരുന്നു. മലയ്ക്ക് പോയിട്ട് മാല ഊരിയ ശേഷം നിന്നെ ഒന്ന് കണ്ടോളാന്ന്. ഇപ്പോ മാല ഊരിയിട്ട് നിന്നെ ഒന്ന് കണ്ടിട്ട് അതിന് ശേഷം മലയ്ക്ക് പോകാന്നാ തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ അറിഞ്ഞു അറിയാതെയും ചെയ്തു പോയിട്ടുള്ള സമസ്ത അപരാധങ്ങളും പുറത്ത് കാത്തു രക്ഷിക്കണം അയ്യപ്പാ. ഇപ്പൊ ഞാൻ ആസാമി. ഇങ്ങോട്ട് ഓടിവിടും, ഇങ്ങോട്ട് ഓടി ഇവിടെ ഓടിവിടും, ഇങ്ങോട്ട് ഓടി. നിക്കടിയോടെ നിക്കാൻ ഓടി വെള്ളം പിടിക്കണം. ഓടിവിട ഓടിവിട ഹലോ സാർ. നാടിൻ നന്മതേടി പോണവരെ വേദനകൾ കണ്ടവരെ കാലം കൈവെടിഞ്ഞോ നീതി ഇന്നും പോയി മറഞ്ഞോ പോയി മറഞ്ഞോ ഈ കണ്ണുനീരിൻ കൈവഴിയിൽ നീ തനിയെ വീണതെന്തേ വീണതെന്തേ? എന്ത് പറ്റി മോളെ? മോളെ ആ ദുഷ്ടന്മാര് മോളെ എന്നാ ചെയ്തേ? എന്താ പറ്റി? എനിക്ക് എന്താ സംഭവിച്ചു? ചിത്രേ, നീ എങ്ങനെ പറയടേ? പറ ചിത്രേ. നാടിനു വേണ്ടി ഒന്നായി നിൽക്കാൻ നോ നോ അഗ്നിച്ചിറകായി മാറിയിടണം. മാറി നിൽക്ക്. അങ്ങോട്ട് മാറ്. എന്താ ഇതൊക്കെ? ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് ചെയ്യാനൊന്നുമില്ല. സാറ് ഞങ്ങളുടെ നാടിനെ രക്ഷിക്കണം. നീതി കാക്കാൻ വന്നവളെ, നമുക്ക് ഈ ലോകത്ത് നീതി ന്യായം കിട്ടണമെങ്കിൽ സ്ത്രീകൾ എവിടെ അപമാനിക്കപ്പെടണോ? സ്ത്രീകൾ അപമാനിതരായാൽ മാത്രമേ നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥകൾ ഉണർന്ന് പ്രവർത്തിക്കുകയുള്ളൂ.
ഈ കണ്ണുനീരിൻ കൈവഴിയിൽ നീ തനിയെ